ഗുഡ് ഈവനിങ്. കേൾക്കാലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ ഫൈൻ. ഓക്കെ, സോ ടുഡേ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്തിക്സ് ആൻസർ റൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ബേസിക്കലി എത്തിക്സ് ആൻസർ റൈറ്റിങ്ങിന്റെ ഒരു 30 days ചലഞ്ചസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് എത്തിക്സ് ആൻസർ റൈറ്റിംഗ് വെച്ചാൽ എത്തിക്സിന്റെ ഒരു 30 day ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പല റീസൺസ് ഉണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങൾ കുറെ പേര് കഴിഞ്ഞ പ്രിലിംസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കും. കഴിഞ്ഞ പ്രിലിംസ് സ്വാഭാവികമായിട്ടും കുറെ ആളുകൾക്ക് ഡിവാസ്റ്റേറ്റിംഗ് ആയിരുന്നു, നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. പക്ഷെ എല്ലാ വർഷത്തെ പ്രിലിംസിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ പ്രിലിംസിന്റെ ആഫ്റ്റർ ഇമ്പാക്റ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പൊതുവെ പ്രിലിംസ് കഴിയുന്ന സമയത്ത് നമുക്കിപ്പം കട്ട് ഓഫിന്റെ മാർക്കിലേക്ക് എത്താത്ത ആസ്പിരൻസ് സംബന്ധിച്ചോളം അവര് പൊതുവെ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. പൊതുവെ എന്തിനാ ഗിൽറ്റ് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രിപ്പറേഷൻ ശരിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുണ്ട് എന്നുള്ളത് ഒരു തോന്നലുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അടുത്ത വർഷം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ചിന്തയായിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ ഈ വർഷം ആർക്കും തന്നെ ആ ഗിൽറ്റ് ഇല്ല. കാരണം ഈ വർഷം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, നമ്മൾ പഠിക്കാത്തതുകൊണ്ടല്ല പാസ്സാവാത്തത്, എക്സാമിനേഷൻ എന്താണ് ഡിഫിക്കൽട്ട് ആണ്, എക്സാമിനേഷൻ ടഫ് ആണ്, അതുകൊണ്ട് ഞാൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പാസ്സാവില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം എളുപ്പമാണെന്നുണ്ടെങ്കിലും എക്സാം ഈസി ആയിരുന്നു എന്നുണ്ടെങ്കിലും നിങ്ങൾ കയറുന്ന ആളുകൾ ആ വർഷം അവരെന്തായാലും കയറിയിട്ടുണ്ടാവും. അതിനകത്ത് വളരെ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം വന്നേ ഉണ്ടാവുള്ളൂ. അതായത് എക്സാം ഈസി ആയിരുന്നപ്പം ആരൊക്കെയായിരുന്നു കയറാൻ പോകുന്നത് അവർ തന്നെ എക്സാം ഡിഫിക്കൽട്ട് ആവുമ്പോഴും കയറുള്ളൂ. ദാറ്റ് മീൻസ് ദർ ഈസ് എ ലെയർ അല്ലെ, വളരെ സീരിയസ് ടോപ്പ് ലെയർ ഓഫ് പ്രിപ്പറേഷൻ വിച്ച് ദേ പ്രിപ്പയർഡ് മെയിൻസ് പെർസ്പെക്ടീവില് UPSC കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുള്ള ആളുകൾ കയറും. അപ്പൊ ആ ലെയറിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. പക്ഷെ ആ ലെയറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ കൃത്യമായുള്ള ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസ്, കൃത്യമായിട്ടൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആൻസർ എഴുതാം എന്നുള്ളതിനെ പറ്റി വ്യക്തമായുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 30 days ആൻസർ റൈറ്റിംഗിന്റെ വർക്ക്ഷോപ്പ് ചലഞ്ചിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ 2027 ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് നമ്മൾ സംഭവിച്ചതിനെ പറ്റിയിട്ട് പഴിചാരിക്കൊണ്ടിരുന്നോട്ടോ അല്ലെങ്കിൽ UPSC ബ്ലെയിം ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അർത്ഥമില്ല. വി ഷുഡ് ഓൺ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വാട്ട് എവർ, വെദർ ഇറ്റ് ഈസ് സക്സസ് ഓർ ഫെയിലിയർ, ഇറ്റ് ഈസ് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി. സോ യു ഷുഡ് ഓൺ ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് യു ഷുഡ് മൂവ് ഓൺ. നോ, ആൻഡ് യു ഷുഡ് ഓൾസോ എൻഷുർ ദാറ്റ് 2027 ആകുമ്പോൾ നിങ്ങൾ ആ ലിസ്റ്റിനകത്ത് ആ പേര് അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് കൂടി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിക്സ് ആൻസർ റൈറ്റിംഗിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, എത്തിക്സ് ആൻസർ റൈറ്റിംഗിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ആൻഡ് എത്തിക്സ് ആൻസർ റൈറ്റിംഗിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്തിക്സ് എന്ന് പറയുന്ന പേപ്പറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവരും UPSC എത്തിക്സ് എന്ന് പറയുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു പേപ്പർ തന്നെ ഉണ്ട്. ഇനി എന്തുകൊണ്ട് എത്തിക്സ് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് എത്തിക്സ് പഠിക്കേണ്ടത്, ഇതിന്റെ ഒരു അപ്രോച്ച് എന്തെടുക്കണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് നമുക്ക് അതിന്റെ ഫിലോസഫി ഓഫ് സബ്ജക്ട് അറിയണം. ആ സബ്ജക്റ്റിന്റെ ഫിലോസഫി എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം, എത്രത്തോളം പഠിക്കണം എന്ന് മനസ്സിലാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് സബ്ജക്ട് ഈസ് ദേർ ഇൻ അവർ പേപ്പർ, റൈറ്റ്? അപ്പൊ എത്തിക്സിന്റെ പേപ്പർ എന്തിനുകൊണ്ടാണ് അഡോപ്റ്റ് ചെയ്തത് നമുക്ക് നോക്കിയാലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബിഗ്ഗസ്റ്റ് ഇഷ്യൂ എന്തായിരുന്നു? എത്തിക്സ് പേപ്പർ അഡോപ്റ്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റി വിത്ത് UPSC ആസ്പിറൻസ് അല്ലെ. UPSC പാസ്സാവുന്ന പല ആളുകളും നിങ്ങൾക്ക് ഈ അടുത്തൊക്കെ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ എത്തിക്സ് പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എത്തിക്സിലെ ടോപ്പേഴ്സ് തന്നെ പലപ്പോഴും പല ക്രൈമിനകത്തും പല ബ്രൈബ് മേടിക്കുന്നു, ക്രൈം എടുക്കുന്നു, അതുപോലെ തന്നെ ഫ്രോജറി ഡോക്യുമെന്റ് എന്ത് ചെയ്യുന്നു, ഫ്രോജറി നടത്തുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ക്രൈം ആക്ടിവിറ്റീസ് നടത്തുന്നു. പല സമയത്തും ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ സിവിൽ സർവൻസ് പീപ്പിൾ സെൻട്രിക് വ്യൂ അല്ലാത്ത രീതിയിൽ വ്യൂസ് എടുക്കുന്നു. അപ്പൊ UPSC റിയലി വാണ്ടഡ് ടു എൻഷുർ ദാറ്റ് പീപ്പിൾ ഹു ഹാവ് എത്തിക്കൽ കോമ്പസ് ഉള്ള കുറച്ച് ആളുകളെ UPSC എക്സാമിനേഷനിലേക്ക് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് എത്തിക്സ് എന്ന് പറയുന്നത് പേപ്പർ കൊണ്ടുവന്നുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇത് നമ്മളൊരു വൺ ഓഫ് ദി അതർ സബ്ജക്ട് മാത്രമായി കണ്ടെത്തി കുറെ പഠിക്കുന്നു, കുറെ ആൻസർ എഴുതുന്നു, അതിൽ നിന്ന് ആൻസറിലേക്ക് നമുക്ക് മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാം എന്ന് നമ്മൾ വിചാരിച്ച് കുറെ ആളുകൾ ഇരുന്ന് പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനകത്ത് മാർക്ക് കിട്ടാത്ത ഒരു അവസ്ഥയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷെ മാർക്ക് സ്കോർ ചെയ്യുന്നവരും ഉണ്ട്. അത് അവരെങ്ങനെ ഡിഫറൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അതേപോലെ തന്നെ രണ്ടാമത്തെ അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി UPSC എത്തിക്സിന്റെ ആവശ്യം. അതേപോലെ തന്നെ റിയൽ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ വേണം പെർഫോം ചെയ്യുക, ഒരു റിയൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് കേസ് സ്റ്റഡീന്റെ രൂപത്തിലും UPSC എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എത്തിക്സ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് പറഞ്ഞത്, ഈ കോട്ടാണ് ഇതിനകത്ത് സിഗ്നിഫിക്കന്റ്. ഇന്റഗ്രിറ്റി വിത്തൗട്ട് നോളജ് ഈസ് വീക്ക് ആൻഡ് യൂസ്ലെസ് ആൻഡ് നോളജ് വിത്തൗട്ട് ഇന്റഗ്രിറ്റി ഈസ് ഡേഞ്ചറസ് ആൻഡ് ഡ്രെഡ്ഫുൾ. അതായത് നമുക്ക് എന്ത് വേണം, UPSC ആസ്പിറൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ടാവും, നോളജ് ഉണ്ടാവും. പക്ഷെ നോളജ് വിത്തൗട്ട് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷെ ഇന്റഗ്രിറ്റി വിത്തൗട്ട് നോളജോ അത് വീക്കുമാണ്, യൂസ്ലെസ് ആണ്, ഗുണമൊന്നുമില്ല. അതായത് ഭയങ്കര സത്യസന്ധന,
പക്ഷെ ഒരു പൈസയ്ക്ക് എന്താണ് ഒരു ഉപകാരം ഇല്ലാത്തവനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നമുക്ക് കഴിവില്ലാത്ത, പക്ഷെ ഭയങ്കര സത്യസന്ധന, പക്ഷെ അവനും വിലയില്ല, എന്നാൽ ഭയങ്കര ഇന്റലിജന്റ് ആണ്, പക്ഷെ എന്താണ് എത്തിക്സ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? നാടിനത്. ഇപ്പൊ ദാവൂദ് ഇബ്രാഹിം ഭയങ്കര ഇന്റലിജന്റ് പേഴ്സൺ ആണ്, ഈ നോ ഹൗ ടു മാനേജ് ട്രേഡിങ്, അതേപോലെ തന്നെ ഇത്ര ആളുകൾ എങ്ങനെ പറ്റിക്കാം, വെരി ഇന്റലിജന്റ് പേഴ്സൺ, പക്ഷെ യൂസ്ലെസ് ടു ദ സൊസൈറ്റി. അവിടെ എന്താണ്? നോട്ട് ഓൺലി യൂസ്ലെസ്, ഇറ്റ് ഇസ് വെരി ഡ്രെഡ്ഫുൾ, ഡേഞ്ചറസ് പേഴ്സൺ ആണ്. അപ്പം എത്തിക്സ് എന്ത് ചെയ്യണം? നമ്മൾ UPSC ആസ്പിറന്റ് സംബന്ധിച്ചോളം യു വിൽ ബി ഹാവിംഗ് നോളജ്, ബട്ട് നോളജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, യു ഷുഡ് ഓൾസോ ഹാവ് ആൻ ഇന്റഗ്രിറ്റി, ബേസിക് എത്തിക്കൽ വാല്യൂ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി UPSC ഈ പേപ്പറിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തല്ല, നിങ്ങളുടെ നോളജ് അല്ല, നോട്ട് ദി നോളജ്. വൈ ഇറ്റ് ഈസ് നോട്ട് നോളജ്? ബിക്കോസ് നോളജ് ചെക്ക് ചെയ്യാനാണ് ബാക്കിയുള്ള പേപ്പർ ആയിട്ടുള്ള GS1 ഉണ്ട്, GS2 ഉണ്ട്, GS3 ഉണ്ട്, പ്ലസ് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റും ഉണ്ട്. സോ ഈ സബ്ജക്റ്റുകളിലൊക്കെ നിങ്ങൾ നോളജ് ചെക്ക് ചെയ്യാം. അപ്പൊ UPSC ഒരിക്കലും എത്തിക്സിൽ നിങ്ങൾ നോളജ്, എത്തിക്സ് എത്രത്തോളം നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, നല്ല എത്തിക്സ് പഠിച്ചൊരു കുട്ടീനെ എടുക്കണം എന്നായിരിക്കും UPSC ചിന്തിക്കുക, അതോ നല്ല എത്തിക്കൽ വാല്യൂസ് ഉള്ള ഒരു കുട്ടീനെ എടുക്കണം എന്നായിരിക്കും ചിന്തിക്കുക, നല്ലൊരു എത്തിക്കൽ വാല്യൂ ഉള്ള കുട്ടീനെ എടുക്കണം എന്നായിരിക്കും UPSC ചിന്തിക്കുക. സോ അതുകൊണ്ട് തന്നെയാണ് എത്തിക്സ് എന്ന പേപ്പറിന്റെ ഇമ്പോർട്ടൻസും. അതുകൊണ്ട് തന്നെ GS1, 2, 3 എഴുതുന്ന ആൻസറിന്റെ അപ്രോച്ച് അല്ല GS4 വരുമ്പോൾ. There will be some kind of differences with respect to how you structure the answer, how you write the answer, how you frame the answer. ഓക്കെ, ഇവിടെ വേണ്ട സ്കില്ലും റിക്വയർമെന്റും എന്താണ്, ഡിഫറെന്റ് ആണ്. അതെന്താന്നുള്ളത് കൊണ്ട് നോക്കാം. ഇനി വേറൊരു കാര്യം, വൈ വി ആർ സ്റ്റാർട്ടിങ് എത്തിക്സ് എന്നുള്ളതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ മറ്റു ഫാക്ടേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് എത്തിക്സ് പേപ്പറിൽ തന്നെ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പൊ 2027 റൈസപ്പിന്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് എത്തിക്സ്. സോ എന്തുകൊണ്ടാണ് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ചുരുങ്ങിയ സമയം, വെരി ലെസ് ടൈം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എത്തിക്സ് ആണ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സിനെ തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ 3rd റാങ്കിന്റെ എത്തിക്സിന് മാർക്ക് എന്ന് പറഞ്ഞാൽ 134 ആണ്. ഫസ്റ്റ് റാങ്കിന്റെ 127 ആണ് മാർക്ക് വരുന്നത്. പക്ഷെ അതല്ല എത്തിക്സിന്റെ ടോപ്പിംഗ് മാർക്ക്, 141 ആണ് ബേസിക്കലി എത്തിക്സിന്റെ ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത്. 141ഉം ഒരു ആവറേജ് 120 മാർക്ക് മേടിക്കുന്ന ആളുടെ ഡിഫറൻസ് നോക്കിക്കേ. അതായത് ആവറേജ് 120 എത്തിക്സ് എന്ന് പറഞ്ഞാൽ എബോ ആവറേജ് മാർക്കാണ്, ആവറേജ് മാർക്കല്ല, എബോ ആവറേജ് മാർക്കാണ്. ഇറ്റ് ഈസ് എ ഗുഡ് മാർക്ക്. ലാസ്റ്റ് ഇയർ 2025 മെയിൻസ് വെച്ച് നോക്കുവാണെങ്കിൽ 120 ഇൻ എത്തിക്സ് ഇസ് എ ഗുഡ് മാർക്ക്. പക്ഷേ സ്റ്റിൽ എ പേഴ്സൺ ഗെറ്റിംഗ് 141, സ്റ്റിൽ എ പേഴ്സൺ ഗെറ്റിംഗ് 134. സോ ദാറ്റ് മീൻസ് ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ്. ഇനി എത്തിക്സിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ആളുകൾ എവിടെയുള്ളത്, ഏകദേശം ഒരു 100-ലൊക്കെയാണ് കുറെ ആളുകൾ. ആ കുട്ടികളെ സംബന്ധിച്ചുള്ള ആലോചിക്കുക, ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 41 മാർക്കിന്റെ ഗ്യാപ്പാ. 41 മാർക്കിന്റെ ഗ്യാപ്പ് മെയിൻസിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് മാർക്ക്. പക്ഷെ ചെറിയ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ കൂടുതലും നമ്മൾ എന്താ ചെയ്യാറ്? നമ്മളെല്ലാവരും GS1, GS2, GS3 കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ GS1ഉം 2ഉം പോലെ തന്നെ 250 മാർക്ക് കിട്ടുന്ന ഈക്വലി ഇമ്പോർട്ടന്റ് ആയ പേപ്പറാണ് എത്തിക്സ്. ബട്ട് നോബഡി പുട്ട് ദാറ്റ് എഫോർട്ട്. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് the coaching institute you might have studied, okay, wherever you are studying as a coaching institute, you might have paid for 90,000, 80,000 plus. Let's say that 80,000 plus is the average fees right now. So 80,000 fees you paid for entire GS, but you might have got GS1 coaching, GS2 coaching, GS3 coaching, GS4 ഒരു പേരിന് കോച്ചിങ് നടത്തിയിട്ടുണ്ടാവും. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല, പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവില്ല, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ല, അവസാനം പ്രിലിംസിനോട് അടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ചെയ്യുന്നു. സോ പ്രോപ്പർ ആയിട്ടുള്ള ജസ്റ്റിസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനും GSന്റെ കാര്യത്തിൽ, എത്തിക്സിന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല. എസ്പെഷ്യലി എത്തിക്സ് മാത്രമല്ല, SAയുടെ കാര്യത്തിലും. SA ആൻഡ് എത്തിക്സ്, these institutions, any institution outside, I think, as far as my knowledge, I do not know everything, but as far as my knowledge, no institute is prioritizing. But this is 500 mark. ഓക്കെ, സോ PCM എന്ന് പറഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പല കുട്ടികളും ഒരു PCMന്റെ ഇടയിൽ ഒരു SA പോലും എഴുതാത്ത കുട്ടികളുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. Okay, so that means you are out of the competition. You are not preparing the, what is the requirement of the examination. And ethics നിങ്ങൾ പാസ് ചെയ്യുന്നില്ലെങ്കിൽ you are not qualified to be, writing mains എഴുതുന്ന രീതിയിലേക്കുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ടും അതും ഒരു ഗ്യാപ്പാണ്. സോ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു പേപ്പറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. രണ്ട്, ബേസിക്കലി എന്താണ്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ there is a gap of knowledge, there is a gap of answer writing, and there is a gap of, many people even do not know how to write an answer about it. And another important aspect, ethics is a rank deciding paper. Why? Because നേരത്തെ ഞാൻ പറഞ്ഞു, എത്തിക്സിനകത്തുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഹൈ മാർജിൻ പിടിക്കാൻ പറ്റും. അപ്പം എത്തിക്സ്, SA ആൻഡ് ഓപ്ഷണൽ, ഈ 3 പേപ്പറുകളായിരിക്കും മെയിൻസിനകത്ത് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്ന പേപ്പറുകൾ. ഓക്കെ, സോ ഈ 3 പേപ്പറുകൾക്ക് നല്ല സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. ഈ 3 പേപ്പറിലും താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കയറാം. ഈ 3 പേപ്പറും താഴെയാണെങ്കിൽ നിങ്ങൾ ചിലപ്പം ഇന്റർവ്യൂ കോൾ പോലും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും മാർജിൻ കുറവാണ്. ഇപ്പൊ GS1 ആണെങ്കിലും GS2 ആണെങ്കിലും GS3 ആണെങ്കിലും ടോപ്പറും നിങ്ങളും തമ്മിലുള്ള മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്ക് 15 മാർക്ക് ആയിരിക്കും മാക്സിമം എന്ത് ചെയ്യുക നിങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവുക. പക്ഷെ എത്തിക്സ്, SA, ഓപ്ഷനിൽ
30 മാർക്ക് 40 മാർക്ക് ആയിരിക്കും ഈച്ച് പേപ്പറിൽ ഈ ഡിഫറൻസസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ആ ഡിഫറൻസസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ദിസ് ആർ ദ റാങ്ക് ഡിസൈഡിങ് പേപ്പർ. ദിസ് ഈസ് ഹൗ യു പ്രിപ്പയർ സ്മാർട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതിനെ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എത്തിക്സിന് ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സ്റ്റഡീസ്. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം മാർക്ക് എത്തിക്സിന് കിട്ടില്ല. എത്തിക്സും പഠനവും, അതായത് നിങ്ങളുടെ സ്റ്റഡിയും എത്തിക്സിലെ മാർക്കും തമ്മിൽ ഈക്വൽ അല്ല. ഓക്കെ, പക്ഷെ എന്ത് തമ്മിൽ ഈക്വൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എത്രത്തോളം ആൻസർ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ മാർക്ക് കൂടാനുള്ള ചാൻസ് എന്താണ്, ഈക്വൽ ആണ്. കാരണം എത്തിക്സ് ഈസ് എ ആൻസർ ഓഫ് എന്താണ്, ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ ഒരു ചെറിയൊരു അംശം എത്തിക്സിൽ വേണം. അതായത് നിങ്ങൾ UPSC എഴുതിയ മെയിൻസ് എഴുതിയ ആളുകളുടെ മാർക്ക് ലിസ്റ്റുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, എത്തിക്സിന്റെ എസ്സേന്റെ അപ്രോച്ച് വേറെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോ, എത്തിക്സിന് മാർക്ക് കുറയുന്ന ആസ്പിരൻസിന് സ്വാഭാവികമായിട്ടും എസ്സേക്ക് മാർക്ക് കുറവായിരിക്കും. എത്തിക്സിന് മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും എസ്സേക്ക് മാർക്ക് കുറവുണ്ടായിരിക്കും. എക്സെപ്ഷൻസ് ആർ ദെയർ. കാരണം എക്സെപ്ഷൻസ് വരാൻ കാരണം ചില സമയത്ത് എത്തിക്സ് നല്ലോണം എഴുതാൻ അറിയുന്ന ആളായിരിക്കും, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും, എസ്സേയിൽ കൊണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊളാക്കിയിട്ടുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നോർമലി എത്തിക്സിന് മാർക്ക് കുറഞ്ഞാൽ എസ്സേക്ക് മാർക്ക് കുറയും, എത്തിക്സിന് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ എസ്സേക്ക് മാർക്ക് കൂടും. തിരിച്ചും എസ്സേക്ക് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ എത്തിക്സിന് മാർക്ക്, കാരണം രണ്ടിന്റെയും നേച്ചർ ഓഫ് റൈറ്റിംഗ് ഏകദേശം ഒരേപോലെയാണ്. ദർ ആർ സിമിലാരിറ്റി ഓഫ് റൈറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എത്തിക്സ് ആൻഡ് എസ്സേ. So there is a creative side also you need to explore with respect to answer writing, with respect to ethics. So അതും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. And we also ഈ പേപ്പറിൽ എന്താണ്, there is a possibility, there are opportunity where you need to റിയൽ ടൈം ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ നോളജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ട്. സോ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, കേസ് സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു. ആൻഡ് എത്തിക്സ് ആൻസറിൽ എന്താണ്, ബേസിക്കലി ഈ ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻസറിൽ മാത്രം ഒതുക്കാനുള്ളതല്ല, യു ഷുഡ് ഓൾസോ ഹാവ് ടു ക്രിയേറ്റ് എത്തിക്കൽ വാല്യൂസ് ഇൻ യുവർ ഓൺ ലൈഫ്. സോ അതിനുകൂടി വേണ്ടി ഈ പേപ്പർ ഈസിയാണ്. ആൻഡ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, നമ്പർ ഓഫ് പോയിന്റ്സിനല്ല ഈ എത്തിക്സിൽ ഇമ്പോർട്ടന്റ്, റാദർ ദാൻ ഹൗ യുവർ പെർസ്പെക്ടീവ്സ് വിത്ത് റെസ്പെക്ട് ടു എത്തിക്സ് ആൻസർ റൈറ്റിംഗ്, അതിനാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എത്തിക്സിന്റെ മാർക്കുകളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൺസിഡർ, ഇപ്പൊ ബാക്കിയുള്ള എല്ലാ മാർക്കിലും ബേസിക്കലി ഒരു ബേസിക് മാർക്ക് നിലനിർത്തുമ്പോൾ ഇതൊക്കെ 125 ഈസ് എ വെരി ഗുഡ് മാർക്ക് ഫോർ GS2. 86 എന്ന് പറയുന്ന ആവറേജ് മാർക്കാണ് GS3ക്ക്. പക്ഷെ നോക്കിക്കേ, എത്തിക്സിന് എക്സെപ്ഷനലി ഗുഡ് ആണ്, 141 മാർക്കാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒറ്റയടിക്ക് മേലോട്ട് കയറി വരുന്നു. ആ മാർജിൻ എന്ത് ചെയ്യും, ഒരു 20-35 മാർക്ക് അല്ലെങ്കിൽ 30-40 മാർക്കിന്റെ ഡിഫറൻസ് വേറൊരു ആസ്പിറൻസുമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി എല്ലാ വർഷത്തിലും നമ്മൾ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റിന്റെ ആദ്യത്തെ 100 റാങ്കുകൾ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഒരു ആവറേജ് എന്താണ്, സെലക്ടഡ് കാൻഡിഡേറ്റിന്റെ ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 140ന്റെ മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിരുന്ന കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഒരാളാണ്. 141 ഇതാണ് ടോപ്പ് മാർക്കായിട്ട് വരുന്ന, ജനറൽ ആയിട്ട് വരുന്ന മാർക്ക്. 131ന്റെയും 140ന്റെ ഇടയിൽ 7 പേരാണുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കി 131 140 14 പേര്. ഓക്കെ, 121ന്റെയും 130ന്റെ ഇടയിൽ 44 പേരുണ്ട്, 121 47 പേരുണ്ട്. ആൻഡ് 111നും 120നും ഇടയിൽ 57 പേര്, ഇവിടെ 72 പേര്. സോ ബേസിക് ആയിട്ട് ഇതിന്റെ താഴോട്ട് വരുന്നതിലേക്ക് ഇനി നിങ്ങൾക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇതിന്റെ താഴോട്ട് വരുന്നതിനകത്ത് നമുക്കൊരു എഡ്ജ് കിട്ടുന്നില്ല. സോ ഇഫ് യു വാണ്ടഡ് ടു എനി എഡ്ജ് യു ഷുഡ് ബി ഇൻ ദിസ് പർട്ടിക്കുലർ റേഞ്ച്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു റേഞ്ചിലേക്കെങ്കിലും നിങ്ങൾ എത്തണം എന്നുള്ളതാണ്. ആൻഡ് ദിസ് 2 ranges, ദിസ് ഈസ് എക്സെപ്ഷണലി ഗുഡ് ആണ്. സോ ഈ റേഞ്ച് എന്താണ്, ദിസ് ഈസ് വെൽ ഗുഡ്, എബോ ആവറേജ് ആൻഡ് വെൽ ഓഫ് ഗുഡ് ആണ്. ബേസിക്കലി ദിസ് ഈസ് അറ്റ്ലീസ്റ്റ് എന്താണ്, ഡിസൈറബിൾ മാർക്കാണ്. ഈ ഒരു റേഞ്ചിലേക്കെങ്കിലും 121 to 130 പ്ലസ് ആയിരിക്കണം മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, എത്തിക്സിൽ ടാർഗറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുക, അതിന്റെ മുകളിലേക്ക് സ്കോർ ചെയ്യുകയാണ്, ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. പക്ഷെ അറ്റ്ലീസ്റ്റ് 121 to 130 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും എത്തിക്സിലേക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. കാരണം മജോറിറ്റി എന്താണ്, ടോപ്പേഴ്സിൽ നിങ്ങൾ നോക്കി ടോപ്പ് 100ൽ വരുവാണെന്നുണ്ടെങ്കിലും ഏകദേശം ഈ ഒരു റേഞ്ചിൽ എത്തിക്സിന്റെ മാർക്ക് കിടക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു മാർക്ക് കൂടി ടാർഗറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഈ എത്രയോ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം എത്തിക്സിനകത്ത് പേപ്പറിൽ നമ്മൾ ചെറിയ എഫോർട്ട് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാമിനേഷൻ പക്ഷെ ക്ലിയർ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, പ്രിലിംസിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ UPSC കംപ്ലീറ്റ് ആയിട്ട് ഒരു റാങ്ക് സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു കനോട്ട് നെഗ്ലക്ട് എത്തിക്സ് എന്നുള്ളതാണ്. അത് പ്രിലിംസിന് മുന്നേ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സുഖമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി അതിനകത്ത് കിട്ടും. ഇനി ബട്ട് ഇതൊക്കെയാണ് എത്തിക്സിന്റെ ആവശ്യമെങ്കിലും ദർ ആർ മെനി ചലഞ്ചസ് ഓൾസോ വിത്ത് റെസ്പെക്ട് ടു ദിസ് പ്രിപ്പറേഷൻ. എന്താണ് ഇതിന്റെ ചലഞ്ചസ് എന്ന് വെച്ചാൽ, ഒന്ന്, ഒരു നല്ലൊരു സോഴ്സ് ഓഫ് ബുക്ക് എന്ന് പറയാൻ ആക്ച്വലി ഇപ്പോഴും ഇല്ല. ദർ ആർ ലെക്സിക്കോണിന്റെ ബുക്ക് ഉണ്ട്, DK ബാലാജിന്റെ ബുക്ക് ഉണ്ട്. ഒന്നെന്താണ്, ലെക്സിക്കൺ ബുക്ക് ഈസ് വെരി ക്രിസ്പ്. ഓക്കെ, അതിനകത്ത് ബേസിക്കലി അതുള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു എത്തിക്സ് ആൻസർ എഴുതാൻ പറ്റില്ല. DK ബാലാജി ഈസ് വെരി വേഗ്.
ഇറ്റ് ഈസ് നോട്ട് വെരി സ്പെസിഫിക്. ഇതിന്റെ സെന്ററിൽ നിൽക്കുന്ന ഒരു ബുക്ക് നല്ലൊരു എത്തിക്സിന്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയാൻ നല്ലൊരു വൺ സിംഗിൾ സോഴ്സ് ഓഫ് മെറ്റീരിയൽ ഇറ്റ്സ് നോട്ട് അവൈലബിൾ. സോ ഡിഫറെന്റ് മെറ്റീരിയൽസ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം ചെയ്യാനുള്ളത്. ആൻഡ് സെക്കൻഡ് ആസ്പെക്ട് വൈ സ്റ്റുഡൻസ് ആർ നോട്ട് ഏബിൾ സ്കോർ മീൻസ് they are not able to understand the difference between different ethical values, different ethical principles തമ്മിലുള്ള ആ ചെറിയ ഡിഫറൻസസ് എന്താന്നുള്ളതിനുള്ള കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്തിക്സിന്റെ ആൻസർ വരുന്ന സ്ട്രക്ചറും GS1, GS2, GS3 ആൻസറിന്റെ സ്ട്രക്ചറും തമ്മിൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ സ്ട്രക്ചറിലേക്ക് എങ്ങനെ ആൻസറിനെ കൊണ്ടുവരണം, എത്തിക്സിന്റെ സ്ട്രക്ചറിലേക്ക് എങ്ങനെ ആൻസറിനെ കൊണ്ടുവരണം എന്നറിയാത്തത് കൊണ്ടും കുറെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെ ഒരു നല്ല ആൻസർ എഴുതാം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നില്ല. മൂന്നാമത്തെ കാര്യം കേസ് സ്റ്റഡീസിന്റെ കാര്യം വരുമ്പോൾ പ്രാക്ടീസസ് വളരെ കുറവാണ്. ആളുകൾ പൊതുവെ കേസ് സ്റ്റഡീസ് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിളുകൾ ഇല്ലാതെ വരുന്ന സമയത്ത് എത്തിക്സിന്റെ ആൻസർ എഴുതാൻ നല്ല എക്സാമ്പിൾസ് വേണം. അതേപോലെ തന്നെ എത്തിക്സിന്റെ പ്രിപ്പറേഷൻ, ഇപ്പൊ നിങ്ങൾ PCM പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല എത്തിക്സ്, പൊതുവെ നിങ്ങൾ അത് വിട്ട് കളയുന്നു. പിന്നീട് അപ്പം വളരെ ലേറ്റ് ആയിട്ടാണ് എത്തിക്സിന്റെ പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. അതും ഒരു മിസ്റ്റേക്ക് ആണ്. ആൻഡ് എത്തിക്സിലെ പല ടോപ്പിക്കിലും ഭയങ്കര വേഗമായുള്ള ടോപ്പിക്കാണ്. അതും നിങ്ങൾ എന്ത് ചെയ്യാൻ ബേസിക്കലി നിങ്ങളെ പ്രിപ്പറേഷനെ ബാധിക്കാം എന്നുള്ളതാണ്. ഇതൊക്കെ എത്തിക്സിനുള്ള ചലഞ്ചസ് ആണ്. പക്ഷെ ഈ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വി ഹാവ് സ്റ്റാർട്ടഡ് 30-day ethics പ്രോഗ്രാം. സോ വാട്ട് വി ട്രൈ ടു ഡു ഈസ് ദാറ്റ് ഇവിടെയുള്ള ഈ ചലഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ എല്ലാ ചലഞ്ചസും അഡ്രസ് ചെയ്തുകൊണ്ട് 30 daysലേക്ക് ഒരു ബെസ്റ്റ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിലേക്ക് എത്തുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ എന്ത്, നിങ്ങളെ ഇപ്പോൾ ഉള്ള എന്താണോ സ്റ്റൈൽ, അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ആൻസർ നിങ്ങൾക്ക് എടുത്തു വെക്കാം. ആ ഫസ്റ്റ് ആൻസർ എടുത്തു വെച്ച് 30ാമത്തെ ദിവസം നിങ്ങൾ എഴുതുന്ന ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് ഫ്രം ഫസ്റ്റ് ആൻസർ ടു 30th ആൻസർ. ഇത് ലീപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ്, ചെറിയ ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് അല്ല. ബിക്കോസ് എത്തിക്സ് ഇസ് ദാറ്റ് എ പേപ്പർ, കണ്ടന്റ് കൊണ്ടല്ല ബേസിക്കലി എത്തിക്സ് നമ്മൾ എഴുതുന്നത്. പല കണ്ടന്റുകളും ഉപയോഗിച്ച് നമുക്ക് ഓൾറെഡി അറിയുന്ന കണ്ടന്റുകളെ എങ്ങനെ ആൻസറിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് എത്തിക്സിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സോ എ ലീപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്സിന്റെ ആൻസറിൽ കാണാൻ പറ്റും. സോ നമുക്ക് എങ്ങനെയാണ് എത്തിക്സിനകത്ത് ഒരു ആൻസർ റൈറ്റിംഗിലേക്ക് നോക്കുമ്പോൾ ഒരു ബേസിക് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിന്റെ സിലബസിലേക്ക് വരുമ്പോൾ എത്തിക്സിന്റെ സിലബസ് പലപ്പോഴും നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇതിനകത്ത് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് സിലബസ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഒന്ന് നമുക്കറിയാം, എത്തിക്സിന്റെ സിലബസിനെ 2 സെക്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെക്ഷൻ എയും ഒന്ന് സെക്ഷൻ ബിയും. സെക്ഷൻ എ എന്ന് പറയുന്നത് തിയറി ബേസ്ഡ് ആണ്. 130 മാർക്കിനാണ് തിയറി ബേസ്ഡ് ആയിട്ടുള്ള മാർക്ക് വരിക. 13 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 10 മാർക്ക് ഈച്ച്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ സെക്ഷൻ ബി എന്താണ്, ഇറ്റ് ഈസ് ബേസിക്കലി ആപ്ലിക്കേഷൻ ഓഫ് ദിസ് തിയറി. എന്തൊക്കെയാണോ സെക്ഷൻ എയിൽ പഠിച്ചത് അതിന്റെ ആപ്ലിക്കേഷൻ ആണ്, അല്ലാതെ സെക്ഷൻ ബി എന്തല്ല, സെപ്പറേറ്റ് അല്ല. സെക്ഷൻ ബി എന്ന് പറയുന്നത് സെക്ഷൻ എയിന് ബേസ് ചെയ്ത് വരുന്ന കേസ് സ്റ്റഡീസ്, അതായത് സെക്ഷൻ എയിൽ നമ്മൾ എന്ത് തിയറി പഠിക്കുന്നു അതിന്റെ റിയൽ ടൈം സിറ്റുവേഷൻസ് ആണ് കേസ് സ്റ്റഡിയിൽ വരുന്നത്. ഈ റിയൽ ടൈം സിറ്റുവേഷൻസ് ആയിട്ടാണ് UPSC കേസ് സ്റ്റഡീസ് തരുന്നത്. ഇത് ടോട്ടൽ വരുന്നത് 120 മാർക്കിനാണ്. ഓക്കെ, സോ ഇങ്ങനെ 2 സെക്ഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ സെക്ഷൻ കേസ് സ്റ്റഡിക്ക് സിലബസ് ഉണ്ടോ വെച്ചാൽ കേസ് സ്റ്റഡിക്ക് സിലബസ് ഉണ്ട്. കേസ് സ്റ്റഡീസ് ഓൾസോ കമ്മിങ് ഫ്രം ദ സെക്ഷൻ എയിലുള്ള യഥാർത്ഥ സിലബസിനനുസരിച്ചുള്ള ഓർഡറിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കേസ് സ്റ്റഡീസും വരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ വരിക്കുമ്പോൾ കേസ് സ്റ്റഡീസിനെ ഒറ്റയ്ക്കായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് കേസ് സ്റ്റഡി ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നമുക്കുള്ള സത്യാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC എല്ലാ കേസ് സ്റ്റഡീസും ചോദിച്ചു തീർന്നു. അതായത് സിലബസിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കേസ് സ്റ്റഡീസും UPSC 2013 എത്തിക്സിന്റെ പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പൊ 2026 സോ 2026 കൂടി 25 വരെ പരീക്ഷ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ചോദിച്ചു തീർന്നു. എത്തിക്സിൽ UPSCക്ക് ഇനി പുതിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല. സോ ദാറ്റ് ഈസ് വൈ യു ക്യാൻ ഓൾവേസ് സീ ദാറ്റ് എത്തിക്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ആണ്. അതിനകത്ത് എന്ത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, തീമിനകത്തുള്ള സ്റ്റോറി മാത്രം മാറും. ഒരു സ്ഥലത്ത് നിങ്ങൾ എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ വേറെ സ്ഥലത്ത് ഡിസ്ട്രിക്ട് കളക്ടർ ആക്കും. ഒരു സ്ഥലത്ത് പാലം തകർന്നു വീണാണെങ്കിൽ വേറെ സ്ഥലത്ത് എന്താണ് ലാൻഡ് സ്ലൈഡ് ആയിരിക്കും. അപ്പൊ സിറ്റുവേഷൻസ് മാറും, സ്റ്റോറി മാറും. പക്ഷെ സ്റ്റോറിന്റെ ക്രക്സ്, ആ സ്റ്റോറി എവിടെ നിന്ന് അല്ലെങ്കിൽ ആ തിയറി എവിടെ നിന്ന് ഉണ്ടാവുന്നു, ഏത് ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താണോ അത് സെയിം ആണ്. അപ്പൊ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേസ് സ്റ്റഡിനകത്ത്. ഈ 6 ക്വസ്റ്റ്യൻസും എന്താണ്, കഴിഞ്ഞ വർഷങ്ങളുടെ റിപ്പീറ്റേഷൻ ആണ്. ദർ ഇസ് നോ ന്യൂ കേസ് സ്റ്റഡി ഹാസ് ബീൻ ആസ്ക്ഡ് ഇൻ ദ ലാസ്റ്റ് 4-5 years ബിക്കോസ് ദർ ഇസ് ഓൺലി എ റിപ്പീറ്റേഷൻ ഓഫ് കേസ് സ്റ്റഡീസ്. ഒരേ തീമിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കേസ് സ്റ്റഡീസ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ദ സെയിം വിത്ത് സെക്ഷൻ എയും. സെക്ഷൻ എയിലെയും ചോദ്യങ്ങളെല്ലാം UPSC ചോദിച്ചു തീർന്നു. UPSC ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ അതിനെ റീഫ്രെയിം ചെയ്ത് ലാംഗ്വേജ് മാറ്റി എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിലേക്ക് അത് ഇടുന്നു എന്നുള്ളതാണ്. അത് UPSCന്റെ ഒരു ട്രിക്കാണ്. അപ്പം അതിനകത്ത് എന്തുകൊണ്ട് അങ്ങനെ ഇടുന്നു എന്നുള്ളതിന് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, എത്തിക്സ് എല്ലാവരും കാണാതെ പഠിച്ച് എഴുതാൻ തുടങ്ങി. എത്തിക്സ് കാണാതെ പഠിച്ച് എഴുതുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പസ് ഓഫ് ദ പേപ്പർ ഇസ് ഡിഫീറ്റഡ്. ദ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പർപ്പസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ബേസിക്കലി നിങ്ങൾ എത്തിക്കൽ വാല്യൂസ് എങ്ങനെയുണ്ടെന്നാണ്. ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്തിക്കൽ വാല്യൂസ് കിട്ടുമോ, ഇല്ല. സോ പർപ്പസ് ഓഫ് ദ പേപ്പർ ഇസ് ഗോട്ട് ഡിഫീറ്റഡ്. സോ നൗ UPSC wanted to ensure that you do not have the time to reproduce whatever you studied. So how to do that? You just increase the length of the question paper.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, UPSCന്റെ എത്തിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ 5 വർഷമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ട്രെൻഡ് യു ക്യാൻ സീ ദ ലെങ്ത് ഓഫ് ദ പേപ്പർ 1, അതായത് സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യന്റെ ലെങ്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് 2 ലൈനിൽ ചോദിച്ച ചോദ്യം ഇന്ന് 5 ലൈനിലാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇതിനകത്ത് 5 ലൈനൊക്കെ ഉണ്ടെങ്കിലും ചോദ്യം ചെറിയൊരു ചോദ്യമായിരിക്കും. പക്ഷെ ഈ 5 ലൈൻ വായിച്ച് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ യു വിൽ ബി ലോസിങ് 1 or 2 minutes നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെടുമ്പോൾ യു വിൽ ഫീൽ എ ക്രഞ്ച് ഓഫ് ടൈം. വെൻ ദർ ഇസ് എ ക്രഞ്ച് ഓഫ് ടൈം, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണോ എഴുതാനുള്ളത് അത് നിങ്ങളെ പുറത്തുനിന്ന് വരും. കാരണം നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാനുള്ള സമയം ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് എ ട്രിക്ക് യൂസ്ഡ് ബൈ UPSC ടു അവോയ്ഡ് ഈ ഓർത്ത് വെച്ച സാധനങ്ങൾ വീണ്ടും അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ കേസ് സ്റ്റഡി ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂറിലാണ് നമുക്ക് കേസ് സ്റ്റഡി എഴുതി തീർക്കേണ്ടത്. പക്ഷെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേസ് സ്റ്റഡി 1.5 മണിക്കൂറിൽ എഴുതി തീർക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 1 to 145 minutes എന്ത് എടുക്കും. സോ സെക്ഷൻ A എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് ആകെ 1 മണിക്കൂറും 15 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. സോ 1 മണിക്കൂറും 15 മിനിറ്റിൽ നിങ്ങൾക്ക് 130 മാർക്ക് എഴുതണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്, നമ്മൾ എല്ലാവരും ആദ്യം എഴുതുന്നത് കേസ് സ്റ്റഡി ആണ്. കാരണം കേസ് സ്റ്റഡിക്കാണ് മാർക്കിന്റെ വെയിറ്റേജ് കൂടുതൽ. ഒരു കേസ് സ്റ്റഡി മിസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ലോസ് 20 to 25 മാർക്ക്. അപ്പൊ കേസ് സ്റ്റഡിക്ക് വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് വി വിൽ സ്റ്റാർട്ട് വിത്ത് കേസ് സ്റ്റഡി. അപ്പൊ ആദ്യത്തെ 1.5 മണിക്കൂർ നമ്മൾ കേസ് സ്റ്റഡി എഴുതുന്ന സമയത്ത് ലെറ്റ്സ് സേ ദാറ്റ് if it is taking 1 hour 45 minutes, what will happen? Remaining 13 question we should complete in 1 hour and 50 minutes. So there will be again a crunch. ഈ ക്രഞ്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് പ്രഷർ തരും. എത്തിക്സിൽ എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും. ഈ പ്രഷർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പ്രഷർ ഉള്ളതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ എന്താണോ സാധനം, നിങ്ങളുടെ ഉള്ളിലുള്ള സാധനം നിങ്ങൾക്ക് പുറത്തിറക്കേണ്ടി വരും. അപ്പൊ അതിന് ഏറ്റവും ബെറ്റർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പഠിക്കുന്നതിലുപരി നല്ല ആൻസേഴ്സ് എഴുതി ഈ ടൈം പ്രഷറിന്റെ ഉള്ളിൽ എങ്ങനെ എത്തിക്കലായിട്ട് നല്ല ആൻസേഴ്സ് എഴുതാം എന്നുള്ളത് പഠിക്കുകയാണ്. സോ അതായിരിക്കും നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് പോകുമ്പോൾ സിലബസിൽ നമുക്ക് ഓരോരോ പാർട്ട് ഉണ്ട്. എത്തിക്സിന്റെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പൊ ഓരോരോ സിലബസ് നമ്മൾ നോക്കുവാണെങ്കിൽ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ് ആണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സിലബസ്. ഇപ്പൊ ഫസ്റ്റ് പാർട്ട് ഓഫ് സിലബസിൽ ബേസിക്കലി എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസിൽ വളരെ സിമ്പിൾ ആണ്. ബേസിക്കലി എന്ത് ചെയ്യുന്നത്, എത്തിക്സിന്റെ നമുക്ക് പഠിക്കാതെ തന്നെ കുറെ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനകത്ത് കണ്ടന്റ് ഓറിയന്റഡ് അല്ല. ബേസിക്കലി കണ്ടന്റിനെക്കാട്ടും ഉപരി നിങ്ങളുടെ തോട്ട് ആൻഡ് പെർസ്പെക്ടീവ് ഓറിയന്റഡ് ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയില്ല അല്ലെ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മജോറിറ്റി എന്തായാലും കണ്ടിട്ടുണ്ടാവും. നൗ ടെൽ മീ, ഇതിനകത്ത് സുരാജ് വെഞ്ഞാറമൂട് എന്തൊക്കെ അൺഎത്തിക്കൽ ബിഹേവിയർ സുരാജ് വെഞ്ഞാറമൂട് കാണിക്കുന്നുണ്ട്? എന്തൊക്കെ അൺഎത്തിക്കൽ ബിഹേവിയർ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും? നിങ്ങൾക്ക് അത് എന്തൊക്കെ അഭിപ്രായം ഉണ്ട്? എന്തൊക്കെ സ്വഭാവത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സുരാജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും സുരാജിന്റെ അടുത്ത്? എന്തൊക്കെ വാല്യൂസ് ആണ് സുരാജ് ഫോളോ ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ മതി. തെറ്റിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യാം. ബട്ട് വാട്ട് യു നീഡ് ടു ലിസ്റ്റ് ഔട്ട് ദാറ്റ് വാട്ട് ആർ ദ പ്രോബ്ലംസ്. സുരാജിന്റെ ക്യാരക്ടറിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? പാട്രിയാർക്കിലാണ്. സുരാജ് പാട്രിയാർക്കിലാണ്. സോ പാട്രിയാർക്കൽ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമുക്ക് അവിടെ കാണാൻ പറ്റും. ലാക്ക് ഓഫ് കോമ്പാഷൻ ഈസ് വെരി ഗുഡ്. കോമ്പാഷൻ കുറവാണ്. എമ്പതി ഇല്ല. ലാക്ക് ഓഫ് എമ്പതി. ഓക്കെ, പിന്നെ എമ്പതിക്കല്ല, കോമ്പാഷൻ ഇല്ല, പാട്രിയാർക്കലാണ്. സെക്സിസ്റ്റ് അല്ലേ? സെക്സിസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ഇയാൾ എന്ത് ചെയ്യുന്നത്, റോൾ അലോക്കേഷൻ സെക്സ് ബേസ്ഡ് ആണെന്ന് ഇയാൾ ബിലീവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് വൈഫിന്റെ ജോലി എന്താണ്? കിച്ചൺ. ദാറ്റ് ഈസ് ദ റോൾ അലോക്കേഷൻ ഓഫ് വൈഫ് ആൻഡ് മെയിലിന്റെ പണി എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഈ കുട്ടിയുടെ ബോഡിലി ഓട്ടോണമി വയലേറ്റ് ചെയ്യുന്നില്ലേ? ബോഡിലി ഓട്ടോണമി, വയലേഷൻ ഓഫ് ബോഡിലി ഓട്ടോണമി വയലേറ്റ് ചെയ്യുന്നില്ല. കാരണം സെക്ഷൽ ഇന്റർകോഴ്സ് വിത്തൗട്ട് ദി കംപ്ലീറ്റ് കൺസെന്റ്. സോ ബേസിക്കലി എന്താണ്, മാരിറ്റൽ റേപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഇല്ലീഗൽ ബട്ട് അൺഎത്തിക്കൽ. ഓക്കെ, പിന്നെ വേറെന്തൊക്കെ ചെയ്യുന്നുണ്ട്? വേറെന്താ? ഇതെല്ലാം ഞാനാണല്ലോ പറയുന്നത്. വേറെന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നു പറഞ്ഞു. ഇഷ്ടമുള്ള എന്തൊക്കെ തോന്നുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി അതിനകത്ത് അതൊക്കെ പറയാം. Okay. Restriction of someone else's freedom. So controlling behavior. Benevolent sexism. Benevolent sexism. ഏട്ടായി കളിക്കുന്നത് അല്ലെ? സോ ബേസിക്കലി എന്താണ്, നമ്മുടെ ആങ്ങളമാർ. പിന്നെ എഗെയിൻസ്റ്റ് ഇക്വാലിറ്റി പ്രിൻസിപ്പിൾ വേണമെങ്കിൽ നമുക്ക് പാട്രിയാർക്കിൽ പറയാം. എഗെയിൻസ്റ്റ് ജെൻഡർ ഇക്വാലിറ്റി അല്ലെ? ജെൻഡർ ഇക്വാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ്. ഇന്റഗ്രിറ്റി ഉണ്ടോ?
ഇയാൾക്ക് ഇന്റഗ്രിറ്റി ഇല്ല. ഓക്കെ, പറഞ്ഞോളൂ. ആരോ പറയാൻ വന്നു. പറഞ്ഞോളൂ. Sir, is this course also in English? I didn't understand. I am not able to hear it properly. Would you able to tell me again? Will this course completely be in Malayalam or Okay, English? okay. You are from? I'm from Andhra Pradesh. Okay. The thing is that this movie is actually like Malayalam movie. That's why you are not able to understand it. And the program will be in both language, like bilingual. The classes in the program will be taken in both Malayalam as well as English. As also with respect to answer feedback, we can completely give you answer feedback in English. That is possible. But since majority of the aspirants are from Kerala, I think we have to, you know. Sure. Yeah, you might understand, and sorry for the inconvenience, but when this is just an orientation, so I thought that majority of the aspirants will only come from the Kerala, so that's why I put Malayalam movies here. You don't have to worry, if you wait one moment, I'll give you some Hollywood movies. Sure. Okay. So just 1 minute. This is the person, like, for your understanding, this is a movie in Kerala where it shows very patriarchal nature of character by this person, and whatever bad thing they are saying, it is true. Okay. So one person is that there is a superstition. So superstition means there is a lack of scientific temper. There is a lack of scientific temper. ഓക്കെ. സോ ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് എന്താണ്, ഒരു പേഴ്സൺ ഇയാൾ എന്തൊക്കെയാണ്, അല്ലെ, വാട്ട് എവർ ഇയാൾ എന്തൊക്കെ മോശമായ കാര്യങ്ങളാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് എവർ യു സെഡ്, ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്തിൽ പഠിക്കുക, എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസിൽ പഠിക്കാനുള്ളത്. എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസിൽ എന്താ പഠിക്കുന്നത്, എന്തൊക്കെയാണ് എത്തിക്സ്, എന്താണ് വാല്യൂസ്, ഹൗ ഒരു ഹ്യൂമൻ റിലേഷൻ ഇല്ലാത്ത നമ്മളെ കീപ്പ് ചെയ്യേണ്ട, വാട്ട് ആർ ദ എത്തിക്കൽ പ്രിൻസിപ്പിൾ വി ഷുഡ് കീപ്പ് ഇൻ എ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. സോ ദീസ് ആർ ദ തിങ് വി ലേൺഡ് ഇൻ ദിസ് പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ സിലബസ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഹ്യൂമൻ ഇന്റർഫേസിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ വാട്ട് ഓൾ ദ തിങ് വി നീഡ് ടു കീപ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുരാജ് വെഞ്ഞാറമൂട് എന്തൊക്കെയല്ല അതൊക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാവും. അതായത് സുരാജ് വെഞ്ഞാറമൂട് എന്തൊക്കെ ചെയ്യുന്നു അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ആർ ദ ബെസ്റ്റ് എത്തിക്കൽ പ്രാക്ടീസസ്. സോ ദാറ്റ് വേ വി ക്യാൻ ഈസിലി കണക്ട് ആൻഡ് ഈസിലി ഏബിൾ ടു റീകളക്ട് ദ പോയിന്റ്സ്. ഓക്കെ. സോ ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ദ സിലബസ്. ഇവിടെ എന്താണ് നമ്മൾ നോക്കുന്നത്, ഫസ്റ്റ് പാർട്ടിൽ എന്താ നോക്കുന്നത്, ഇവിടെ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഒരാളുടെ പേഴ്സണലുള്ള ക്യാരക്ടറാണ് നമ്മൾ പറഞ്ഞത്. സോ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസിന്റെ ഭാഗം വരുമ്പോൾ, സിലബസിന്റെ ഭാഗം വരുമ്പോൾ, ഇവിടെ കൂടുതൽ സിവിൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ എഴുതുന്നതിനെക്കാട്ടും നല്ലതെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾസ് എഴുതുന്നതാണ്. കാരണം ഇവിടെ മോർ ദാൻ എ സിവിൽ സർവന്റ് ഓറിയന്റഡ് ആയിട്ടുള്ളതിനെക്കാട്ടും ഒരു ഇൻഡിവിജ്വലിന് എങ്ങനെയാണ് ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത്, ഒരു ഇൻഡിവിജ്വലിന് ഇത് എങ്ങനെയൊക്കെയാണ് ബെനിഫിഷ്യൽ ആവുന്നത് എന്ന രീതിയിലായിരിക്കും ഈ ഭാഗത്തെ സിലബസ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മൂവി ഇവിടെ ഇട്ടുള്ളത്. കാരണം ഇവിടെ എന്താണ് ബേസിക്കലി ആ ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടറാണ് നമ്മൾ പറഞ്ഞത്. ആ ഇൻഡിവിജ്വൽ എന്തൊക്കെ നെഗറ്റീവായ സാധനം ചെയ്തു, എഗെയിൻസ്റ്റ് റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ച്, എഗെയിൻസ്റ്റ് ഈസ് ഡൂയിങ് ബെനവലന്റ് സെക്സിസം, ഈസ് എ പാട്രിയാർക്കൽ പേഴ്സൺ, ഈസ് എഗെയിൻസ്റ്റ് ജെൻഡർ ഇക്വാലിറ്റി, ഈസ് നോട്ട് ഹാവിംഗ് എംപതി, അതുപോലെ തന്നെ ലാക്ക് ഓഫ് കമ്പാഷൻ, അതേപോലെ തന്നെ എന്താണ് സെക്സിസ്റ്റ് ആണ്. സോ ഓൾ ദിസ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ഇത് ഇയാൾക്കില്ലാത്ത എല്ലാം എന്ത് വേണം, ഒരു നല്ലൊരു റിലേഷൻഷിപ്പിൽ വേണ്ട കാര്യങ്ങളാണ്. അപ്പം നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് ബേസിക്കലി നമ്മൾ എത്തിക്സിന്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് സിലബസിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് സിലബസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ആണ്. ഈ രണ്ട് മൂവീസും കണ്ടവരല്ലേ മജോറിറ്റി, കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം, രണ്ട് നല്ല സിനിമാസ് ആണ്. ഒന്ന് വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റും, രണ്ട് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സും. സോ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റും പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സും രണ്ടും എന്തിനെ പറ്റിയാണ് പറയുന്നത്, രണ്ടും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മൂവീസ് തന്നെയാണ്. രണ്ടും ലൈക്ക് ഹോളിവുഡ് മൂവീസ് ആണ്. രണ്ടിനകത്തും എന്താണ്, രണ്ടിനകത്തും കുറെ സിമിലാരിറ്റീസ് ഉണ്ട് അല്ലെ. എന്താണ് രണ്ടിനകത്തുള്ള സിമിലാരിറ്റീസ്? ബോത്ത് ഓഫ് ദം ആർ വെരി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ and both of them are working like 24/7 for their dream, and both have an എന്താണ്, they are both are passionate. അവർ രണ്ടുപേരും ഭയങ്കര പാഷൻ. ഇപ്പൊ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റില് the way he sells the stocks very passionately എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഗ്രോത്ത് വരുന്നു. ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിലും the person is very determined and very passionate about selling. So both are in a kind of similar, but there are different. One person is successful and another person is not successful. Why? That is the difference between attitude and aptitude. So this is also one part of the syllabus. Attitude and aptitude തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? What is attitude and what is aptitude? തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? Sir, aptitude internal skill അല്ലേ?
ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളെ സ്കില്ല് അല്ലെ, നമ്മൾ ഇൻബോൺ ആയിട്ട് നമ്മളെ കൂടെ വരുന്ന നമ്മളെ കുറെ കഴിവുകളാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രീ ഡിസ്പോസിഷൻ, അതായത് നമുക്ക് ഒരു സാധനത്തോടുള്ള നമ്മുടെ പ്രീ ഡിസ്പോസിഷൻ, അതായത് നമുക്ക് ആ സാധനത്തെ പറ്റി അറിയില്ലെങ്കിലും നമ്മളുടെ ഫീലിംഗ് ടുവേർഡ്സ് ദാറ്റ് ഒബ്ജക്റ്റീവ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ഹൈ ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഫോർ എക്സാമ്പിൾ രണ്ടുപേർക്കും സെയിൽസിൽ എന്താണ് സ്കിൽസ് ഉണ്ട്, രണ്ടുപേരും ഹാർഡ് വർക്കിംഗ് ആണ്, രണ്ടുപേരും എന്താണ് സ്കിൽഡ് ആയ പേഴ്സൺസ് ആണ്, രണ്ടുപേരും അടിപൊളി. സോ ആപ്റ്റിറ്റ്യൂഡ് നോക്കുവാണെങ്കിൽ ബോത്ത് ആർ വെരി ഗുഡ്, ബോത്ത് ആർ ഹൈലി ഗുഡ് ആപ്റ്റിറ്റ്യൂഡ്. പക്ഷെ ആറ്റിറ്റ്യൂഡ് നോക്കുവാണെങ്കിൽ ദിസ് പേഴ്സൺ ഹാസ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ദിസ് പേഴ്സൺ ഹാസ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. സിൻസ് ദിസ് പേഴ്സൺ ഹാസ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ഹി ബിക്കം ഫെയിൽഡ് ഇൻ ഹിസ് ഫീൽഡ്. അവസാനം സിനിമയുടെ അവസാനം ആകുമ്പോഴേക്ക് ഇയാൾ എന്താവും, ഇയാൾ ഫെയിലർ ആവും. പക്ഷെ he will be successful person. So എന്താണ് ഇവിടെ സക്സസിനെ ഡിറ്റർമൈൻ ചെയ്തത്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷെ എന്ത് ചെയ്തില്ല, ബേസിക്കലി ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ക്ലാസിക് എക്സാമ്പിൾ വേറെ പറയുന്നതാണ് സച്ചിൻ ടെണ്ടുൽക്കറും കാംബ്ലിയും. സച്ചിനെ സംബന്ധിച്ചോളം എന്താണ്, ബേസിക്കലി രണ്ടുപേർക്കും വേണമെങ്കിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറയാം, സച്ചിന് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാതെ പറയാൻ പറ്റില്ല, കാരണം വെരി സബ്ജക്റ്റീവ് ആണ്. പക്ഷെ രണ്ടുപേരുടെയും സച്ചിനെക്കാട്ടും വളരെ സ്കിൽഫുൾ ആയ പേഴ്സൺ ആയിരുന്നു കാംബ്ലി. പക്ഷെ കാംബ്ലിനെ സംബന്ധിച്ചോളം എന്താണ്, ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിരുന്നു. സോ ഈ നെവർ പ്രാക്ടീസ് കണ്ടിന്യൂസ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, പേഴ്സണൽ ഇഷ്യൂസും മറ്റ് സ്റ്റാർഡത്തിൽ അയാൾ എന്ത് ചെയ്തു, അയാളുടെ ലൈഫ് അയാൾ മറന്നുപോയി. സ്വാഭാവികമായിട്ടും കാംബ്ലിന്റെ ലോകമൊന്നും അറിയാത്ത രീതിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവാത്ത രീതിയിൽ അയാൾ പോയി. പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ത് ചെയ്തു, ഹി വാസ് ഹാവിംഗ് എ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. സോ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തു, ഹി വാസ് ഗ്രൗണ്ടഡ് ആയിരുന്നു ഓട്ടോമാറ്റിക്കലി. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഹി ബിക്കം സക്സസ്ഫുൾ. പക്ഷെ സ്കില്ല് നോക്കുവാണെങ്കിലോ, അപ്പൊ ലൈഫിൽ സക്സസ് ആവാൻ ആപ്റ്റിറ്റ്യൂഡ്, കഴിവുള്ളത് കൊണ്ട് മാത്രം, ടാലന്റ് ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടണം എന്നില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ചില ആളുകൾ കണ്ടില്ല, എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആയിരിക്കും, എന്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും നെഗറ്റീവ് ആയിരിക്കും, കാരണം അവിടെ എന്താണ്, ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണ്. സോ ഇവരെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഫൈൻഡ് പ്രോബ്ലംസ് ഇൻ എവരിവേ. But some people try to find opportunities and good things in everything. അല്ലെ, എല്ലാത്തിനെ പറ്റി നല്ലത് പറയാൻ, അല്ലെങ്കിൽ എല്ലാത്തിലും നല്ലത് കണ്ടെത്താനായിരിക്കും അവർ പെട്ടെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതൊരു ആറ്റിറ്റ്യൂഡിന്റെ ഇഷ്യൂ ആണ്. അതിനകത്ത് നമ്മൾ എല്ലാവരെയും കൂട്ടത്തിൽ ഇങ്ങനത്തെ ആളുകൾ എപ്പോഴും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ആപ്റ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്ക് ഫിനാൻഷ്യൽ സെയിൽസ്മാൻ സ്കില്ല്, രണ്ടുപേരും സ്കിൽഡ് ആയ ആളുകളാണ്. ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇവിടെ ഹോപ്പ് ആൻഡ് ഹോണസ്റ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എങ്കിൽ, ബേസിക്കലി ഇവിടെ എന്താണ്, ഗ്രീഡ് ആൻഡ് ഈഗോയിലാണ് ബേസിക്കലി ഇവിടെ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിൽ ബേസിക്കലി ഡിക്കാപ്രിയോന്റെ ക്യാരക്ടർ. മീൻസ് ഓഫ് സക്സസ് നോക്കിക്കേ, ഇവിടെ ഹാർഡ് വർക്ക് ആണ്, ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മാനിപ്പുലേഷൻ ആണ്. ഡിക്കാപ്രിയോ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈസി പാത്ത് എടുക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. മോറൽ കോമ്പസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്നത്, അൺഎത്തിക്കൽ സിറ്റുവേഷനിലും ഈസ് നോട്ട് റെഡി ടു കോംപ്രമൈസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. പക്ഷെ ഇവിടെ എന്താണ്, he do not have any moral compass. ഇയാൾ എന്താ മാത്രമേ നോക്കുന്നുള്ളൂ, പ്രോഫിറ്ററി മാത്രമേ നോക്കുന്നുള്ളൂ, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും എന്ത് ചെയ്യുക ഇയാൾ നോക്കുന്നത്. ഔട്ട്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ്, ഇതിനകത്ത് ഇയാൾ എന്ത് ചെയ്തു, അതുകൊണ്ട് എന്ത് ചെയ്തു, ഇയാൾ ലേൺ ചെയ്തു, ഇയാൾ ഡിഗ്നിറ്റി ഉണ്ട്, ഇയാൾ ഫൈനലി റെസ്പെക്ട്ഫുൾ ആണ്, ഇയാൾ സക്സസ്ഫുൾ ആണ്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു, ഇനിഷ്യലി ദർ വാസ് എ സക്സസ്, ബട്ട് ലേറ്റർ എന്ത് ചെയ്തു, ഈ സക്സസ് പോയി. ഇനി റിയൽ ടൈം എക്സാമ്പിളിലേക്ക് നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ നമ്മൾ സച്ചിന്റെയും കാംബ്ലിന്റെയും കാര്യം പറഞ്ഞു. ഇതേപോലെ തന്നെ ബേസിക്കലി ബൈജൂസ് അല്ലെ, നമുക്ക് ബൈജൂസിനെ പറ്റി അറിയാം. ബൈജൂസ് എന്തായിരുന്നു, ബേസിക്കലി ഹി ഹാസ് റൈറ്റ് ആപ്റ്റിറ്റ്യൂഡ്. He know how to teach students. He know how to technology introduced in a teaching field, and he nicely അത് introduce ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായി. ബട്ട് the attitude was wrong. He wanted to take these shortcuts. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇയാൾ എന്ത് ചെയ്തു, ഷോർട്ട് കട്ട്സ് എടുത്തു, ഇയാൾ എന്ത് ചെയ്തു, മുന്നോട്ട് പോയി. പക്ഷെ സക്സസ് എന്തായിരുന്നു, ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അതേപോലെ ഫാസ്റ്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ഡൗൺഫാൾ എന്ന് പറയുന്നത്. അപ്പം ഒരാളെ ജീവിതത്തിൽ, അപ്പൊ എത്തിക്സിൽ അടുത്ത ചാപ്റ്റർ എന്താണ്, ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും. അപ്പൊ ആറ്റിറ്റ്യൂഡിൽ എന്തുണ്ട്, ദർ ആർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ദർ ആർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്. അപ്പൊ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും, എങ്ങനെയൊക്കെ ആയിരിക്കും ഒരാൾക്ക് ആറ്റിറ്റ്യൂഡ് കിട്ടുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇത് നമ്മുടെ ഇന്റേണൽ പ്രീഡിസ്പോസിഷൻ ആണ്. ആറ്റിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ഭയങ്കര സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, നിങ്ങൾ എന്നും സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുന്നു, എന്നും ഭയങ്കര ചായ കുടിക്കാൻ പോകുന്നു, സിഗരറ്റ് വലിക്കുന്നു. പക്ഷെ ഇവിടെ നിങ്ങളോട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ആറ്റിറ്റ്യൂഡിൽ മാറ്റുക. ഫോർ എക്സാമ്പിൾ സിനിമയ്ക്ക് പോകാൻ നേരത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും അല്ലെ. സിനിമയിൽ നമുക്ക് ആഡ് കണ്ടിട്ടില്ല നിങ്ങൾ, സുമതിന്റെ അവസ്ഥ എന്താണ്, സുമതിന്റെ കെട്ടിയോൻ ഭയങ്കര വലിയായിരുന്നു. ഈ വലി കാരണം സുമതിന്റെ എന്ത് ചെയ്തു, സുമതിന്റെ കെട്ടിയോന്റെ ക്യാൻസർ വന്നു. അതുപോലെ തന്നെ ബേസിക്കലി സുമതിന്റെ സ്വത്തൊക്കെ പോയി. അങ്ങനെ സുമതിന്റെ ജീവിതം മൊത്തം നശിച്ചു പോയി. അപ്പൊ മറ്റേ കെയിനി ഖുഡ്ക ഇതൊന്നും വലിച്ച് നിങ്ങളെ ജീവിതം പാഴാക്കരുത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നും, സ്വാഭാവികമായിട്ടും പാവം സുമതി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആഡിന് ഒരു പ്രശ്നമുണ്ട്. ഈ സുമതിയും നമ്മൾ മജോറിറ്റി ഓഡിയൻസ് ഇൻ കേരളയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ആഡാണ്. കേരളത്തിൽ ആഡ് ഇട്ടുന്നതിൽ ആക്ച്വലി വലിയ ഗുണമൊന്നുമില്ല. കാരണം കേരളത്തിൽ ആഡ് ഇടുമ്പോൾ നമുക്ക് റിലേറ്റബിൾ അല്ല. നേരെ മറിച്ചിട്ട് കേരളത്തിൽ അത് മിഡിൽ ക്ലാസ് ആഡ് ആണ് നമ്മൾ ഇടുന്നെങ്കിൽ, അതാണ് നമ്മൾ പ്ലേസ്മെന്റിന്റെ പ്രശ്നം. ആ ആഡിന് പകരം കേരളത്തിൽ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരാളെ
കാണിച്ചിട്ട് ആ മിഡിൽ ക്ലാസ് ആളിനാണ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ട് ആ ഫാമിലി തകരുന്നതായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റിലേറ്റബിലിറ്റി വരും. അതുകൊണ്ടാണ് ഇപ്പൊ ഫസ്റ്റ് ആഡ് എന്താണ്, സ്മോക്കിംഗ് നിർത്തിയത് കൊണ്ട് തന്നെ ജീവിതം നന്നായി, എന്നാൽ ഇപ്പോൾ സ്മോക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം അകടപ്പത്തിലാവുന്നു എന്ന് പറയുന്നില്ലേ. ഇതെന്താണ്, കുറച്ചുകൂടി മിഡിൽ ക്ലാസ് ഓറിയന്റഡ് ആഡ് ആണ്. ഇത് കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യും, റിലേറ്റബിൾ ആവും കമ്പയർഡ് ടു സുമതിന്റെ ആഡ്. അപ്പൊ നമ്മൾ ആര്, സുമതി അല്ല സുനിത, ഓക്കെ. ബേസിക്കലി എന്താണ്, അതൊക്കെ അറിയാം, സിലബസ് വെച്ചറിയില്ല. സ്വാഭാവികമായിട്ട് എന്താണ്, വെറുതെ പറഞ്ഞോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ആറ്റിറ്റ്യൂഡ് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ മാറ്റണം, നമ്മുടെ നോളജ് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണം. ആ പറഞ്ഞോ, ഹിരൺമായി. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഹിരൺമായി പ്രശാന്ത്. ഓക്കെ, നത്തിങ്. ഓക്കെ, ഫെയിൻ. ഓക്കെ, ഫൈൻ. സോ ബേസിക്കലി എന്താണ്, ആറ്റിറ്റ്യൂഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പൊ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് നോളജ് വേണം, നമുക്ക് ഇമോഷൻസ് മാറ്റണം. അപ്പൊ ഇതെങ്ങനെയാണ്, അപ്പൊ ഇതിനകത്ത് ബേസ് ചെയ്ത് എത്തിക്സിന്റെ കേസ് സ്റ്റഡീസും വരും. അപ്പൊ എത്തിക്സിന്റെ കേസ് സ്റ്റഡീസ് വരുമ്പോൾ ആറ്റിറ്റ്യൂഡ് ചെയ്യാനുള്ള കേസ് സ്റ്റഡീസ് ആണെങ്കിൽ വി ഷുഡ് ഹാവ് കണ്ടന്റ് ഫ്രം ദിസ് പാർട്ട് ഓഫ് ദ സിലബസ്. എങ്ങനെ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കേസ് സ്റ്റഡീസിലും അതിന്റെ സൊല്യൂഷൻ കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ലോങ് ടൈം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഓപ്പൺ ഡെഫിക്കേഷൻസ് നിർത്താൻ വേണ്ടിയിട്ട് ബേസിക്കലി രാജസ്ഥാനിൽ എന്താ ചെയ്തിരുന്നത്, രാജസ്ഥാനിലെ സ്കൂൾ കുട്ടികൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഡെഫിക്കേഷൻ നമ്മൾ പോകുന്ന സമയം എപ്പോഴായിരിക്കും, ഒന്ന് അതിരാവിലെയും അതേപോലെ തന്നെ ഈവനിങ്ങും അല്ലെ. മറ്റേ പകല് പൊതുവെ എന്ത് ചെയ്യില്ല, ഓപ്പൺ ഡെഫിക്കേഷന് പോകുന്നത് വളരെ കുറവായിരിക്കും. ഒരു 6 മണിക്ക് മുന്നേ ഒക്കെ ആയിരിക്കും നമ്മൾ ഓപ്പൺ ഡെഫിക്കേഷന് പോവുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്ങിലും ആയിരിക്കും ഓപ്പൺ ഡെഫിക്കേഷന് പോവുക. അപ്പൊ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ബേസിക്കലി ദൂരെയുള്ള റൂറൽ ഏരിയയിലൊക്കെ സ്കൂൾ ഭയങ്കര ദൂരെയായിരിക്കും. ഇവർ നേരത്തെ പോകുന്ന സമയത്ത് ആരെങ്കിലും ഓപ്പൺ ഡെഫിക്കേഷൻ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ രാജസ്ഥാനിൽ നിന്ന് സ്കൂളുകളിലെ കുട്ടികളിൽ എന്താ മിഡ് ഡേ മീൽ സ്കീമിനുള്ള പ്ലേറ്റ് ഉണ്ടാവും, കഴിക്കാനുള്ള സ്പൂണും ഉണ്ടാവും. ഈ പ്ലേറ്റും സ്പൂണും എടുത്തിട്ട് ഈ ആൾ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ഡെഫിക്കേഷൻ പോകുന്ന ആളുടെ ചുറ്റും ഇരുന്നിട്ട് കൊട്ടും. അപ്പൊ 2 ദിവസം കൊട്ടുമ്പോ അയാൾക്ക് ഭ്രാന്ത് പിടിക്കും. അയാൾ വിചാരിക്കും ഇവന്മാരെ കൊണ്ട് ഒരു സ്വൈര്യമില്ല. അതായത് മനുഷ്യന് മര്യാദയ്ക്ക് കാര്യം സാധിക്കാൻ പോകുമ്പോൾ പിള്ളേർ വന്നിട്ട് ഇത് മറ്റേ കൊട്ടുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, we will be having a negative attitude towards that. നമ്മൾ പതുക്കെ ആ പരിപാടി നിർത്തും. സോ ദിസ് ഈസ് ആക്ച്വലി കോൾഡ് എ നെഡ്ജിങ് ഓൾസോ. വാട്ട് ഈസ് നെഡ്ജിങ്? നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഒരു സിറ്റുവേഷൻ ഒരു ഫീൽഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വേറൊരു സാധനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിലേക്ക് യൂസ് ചെയ്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. നെഡ്ജിങ് എഫക്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നെഡ്ജിങ് നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് ഒരു സാധനം മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ മേടിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ ഡിസ്കൗണ്ട് തരും. ഡിസ്കൗണ്ട് തരുന്നത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഇതെല്ലാത്തിലും മാർക്കറ്റിങ്ങിനൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന ഫിലോസഫീസ് ആണ് ഇതെല്ലാം. ഇപ്പൊ മാർക്കറ്റിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾ ഒരു മൊബൈൽ മേടിക്കുന്നു. മൊബൈൽ മേടിക്കുന്ന സമയത്ത് ദേ വിൽ ഓൾസോ ഡു ക്രോസ് സെല്ലിംഗ്. വാട്ട് ദേ വിൽ ഡു, മൊബൈൽ മേടിച്ച് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് താഴെ എഴുതി കാണിച്ചിട്ടുണ്ടാവും, ദോസ് ഹു ബ്രോട്ട് iPhone 15 ഓൾസോ ബ്രോട്ട് ടുഗദർ ദിസ് കേസ്. 500 രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കേസ് കൂടി കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, എല്ലാ ഐഫോൺ മേടിച്ചവനും ഈ കേസ് മേടിച്ചിട്ടുണ്ട്, അപ്പൊ ഞാനൊട്ടും മോശക്കാരനല്ല, ഞാനും മേടിക്കട്ടെ ഐഫോൺ. ദിസ് ഇസ് നെഡ്ജിങ് എഫക്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് കാണിച്ചിട്ട് നിങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള സാധനം കൂടി മേടിപ്പിക്കുകയാണ്. സോ അൺനോയിങ്ലി നിങ്ങൾ എന്ത് ചെയ്യും, ചില സാധനങ്ങൾ ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇപ്പം ബുക്ക് മൈ ഷോയിൽ നിങ്ങൾ ഒരു സാധനം ബുക്ക് ചെയ്യുന്ന സമയത്ത് പണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ബുക്ക് എ സ്മൈലി അല്ലെ. ടിക്കറ്റിന്റെ ബുക്ക് ചെയ്യുമ്പോൾ 1 റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്മൈലി ബുക്ക് ചെയ്യും. ഈ 1 റുപ്പി കൊടുത്ത് സ്മൈലി ബുക്ക് ചെയ്യുന്നതിനകത്ത് പണ്ട് ഈ ബില്ലിൽ എക്സിറ്റ് അടിക്കുമ്പോൾ ഈ സ്മൈലി ഓട്ടോമാറ്റിക്കലി ടിക്ഡ് ആയിരിക്കും. അത് നിങ്ങൾ ചോയ്സ് കൊടുത്താലും ചോയ്സ് കൊടുത്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട്ലി ചോയ്സ് ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് 1 രൂപയുടെ എക്സ്ട്രാ ചാർജ് ചെയ്യും. ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺബോക്സ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ബട്ട് ലേറ്റർ ദിസ് ഇസ് നോട്ട് ആക്ച്വലി എത്തിക്കൽ പ്രാക്ടീസ് ആണോ? അല്ല, അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണ്. ബിക്കോസ് ആസ് എ കൺസ്യൂമർ ഐ ഷുഡ് ഹാവ് എ ചോയ്സ്. എനിക്ക് എന്റെ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് മേടിക്കാൻ പാടുള്ളൂ. ഇതിപ്പോ ഞാൻ എന്തെങ്കിലും അറിയുന്നില്ല, ഞാൻ അറിയാതെ എന്ത് ചെയ്യാണ്, കൊടുത്തു പോവാണ്. അപ്പം ദീസ് ആർ ദർ ആർ ഇഷ്യൂസ് വിത്ത് റെസ്പെക്ട് ടു ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആറ്റിറ്റ്യൂഡ് മാറ്റണം. ഇങ്ങനെയൊക്കെ ഇതൊരു പാർട്ട് ഓഫ് സിലബസ് ആണ്. അനദർ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്നതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. ഈ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ടൂറിസ്റ്റ് ഫാമിലി. ഇതിനകത്ത് ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള അത്ര ലോകത്ത് ഒരു സിനിമയിൽ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല. കാരണം എന്താണ്, ഇതിനകത്തുള്ള എല്ലാവരും നന്മമരങ്ങളാണ്. ഇപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, ഇവര് പോയി താമസിക്കുന്ന ആദ്യം കാണുന്ന പോലീസുകാരൻ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി ഇവരെ വിടും. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ബേസിക്കലി അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഇമോഷൻ ആൻഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡിങ് ദ അതേഴ്സ് ഇമോഷൻ ആൻഡ് യൂസ് ദ ഇമോഷൻ ഫോർ ദി പോസിറ്റീവ് ഓഫ് ബോത്ത് ദ പീപ്പിൾ അല്ലെ. രണ്ടുപേർക്കും ഗുണം ഉണ്ടാവുന്ന രീതിയിൽ ആ ഇമോഷനെ യൂസ് ചെയ്യുക. നമ്മുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഇമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഇമോഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക, നമുക്ക് നെഗറ്റീവ് ഇമോഷൻസും ഉണ്ടാവും അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ എക്സാം പാസ്സായി പോയി, നിങ്ങൾ തൊട്ടടുത്തുള്ള കൂട്ടുകാരൻ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. നിങ്ങൾ കൂട്ടുകാരെ എക്സാം പാസ്സായി പോകുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, നിങ്ങൾ അവനെ ഹാപ്പിയാണ്.
പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമോഷനോടി വരാം. നിങ്ങൾക്ക് ചിലപ്പോൾ ജലസ് വരാം, ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് വിഷമം വരാം. കാരണം എന്താണ്, അവൻ കയറിയോണ്ട് ആവണമെന്നില്ല. ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കാം, ഞാൻ കയറിയിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത കുറച്ച് കഴിയുമ്പോൾ ഒരു രാത്രിയാകുമ്പോൾ വരും, ഒറ്റയ്ക്കാവുമ്പോൾ. അതുവരെ നമ്മൾ എന്ത് ചെയ്യും, വളരെ ഹാപ്പി ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ മാത്രം കയറിയില്ല, ഞാനും അവനെ പോലെ പഠിച്ചതല്ലേ. അപ്പം ഇതെന്താണ്, ബട്ട് വി ആർ നോട്ട് ആക്ടിങ് അപ്പോൺ ഇറ്റ്. ദിസ് ഈസ് എ വെരി ഹ്യൂമെയിൻ ടു ഫീൽ ദാറ്റ് നമുക്ക് ജലസ് ഫീൽ ചെയ്യുന്നതും ഈ എൻവി ഫീൽ ചെയ്യുന്നതും ഇതൊക്കെ എന്താണ്, ഒരു ഹ്യൂമെയിൻ ആസ്പെക്ട്സ് ആണ്. എല്ലാ ആളുകൾക്കും തോന്നുന്ന ഇമോഷൻസ് ആണ്. ഇപ്പൊ മഹാഭാരതം വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ എല്ലാ ഇമോഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മിത്തിയോളജിക്കലി നോക്കുവാണെങ്കിൽ എല്ലാ ഇമോഷൻസും ഹ്യൂമൻസിനുള്ളതാണ്. പക്ഷെ ദർ ആർ നെഗറ്റീവ് ഇമോഷൻസ് ഓൾസോ. ഈ നെഗറ്റീവ് ഇമോഷൻസിന് ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഹാവിങ് എ നെഗറ്റീവ് ഇമ്പാക്ട്. പക്ഷെ ഒരു പരിധി വരെ ചിലപ്പോൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് പോസിറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് അസൂയ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യില്ലേ, സോ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ പോസിറ്റീവ് ആസ്പെക്ട്. നമുക്ക് ഒരാളോട് ഇപ്പം ബേസിക്കലി എന്ത് ചെയ്യണം, എനിക്ക് അവന് മാർക്ക് മേടിച്ച് എനിക്ക് ഭയങ്കര ജലസായി, അപ്പൊ അവനോടുള്ള വാശിക്ക് ഞാൻ അവനെ തകർക്കുന്നില്ല, ബട്ട് ഐ ആം സ്റ്റഡിങ് മോർ, സോ thereby I am getting more mark. So this is also a positive aspect of using negative emotions. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ബാക്കിയുള്ളവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് കൂടി മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സിറ്റുവേഷനിലേക്ക് നിങ്ങളൊരു ഓഫീസർ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഡിസാസ്റ്ററിന്റെ അവിടെയുള്ള ആളുകൾ നിങ്ങളടുത്ത് പെട്ടെന്ന് ചൂടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്ത് ഒന്ന് കരയും, പെട്ടെന്ന് അവരെന്ത് ചെയ്യും, ചൂടാവും. പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു സാധനം പറയുമ്പോൾ നിങ്ങളൊരു ചെറിയ തെറ്റ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അത് ചൂണ്ടിക്കാണിക്കും. പക്ഷേ ഒരു IAS ഓഫീസർ അല്ലെങ്കിൽ ഒരു സിവിൽ സർവന്റ് അവിടെ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് അവരോട് ചൂടാവുകയല്ല ചെയ്യേണ്ടത്. വി ഷുഡ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൈ ദേ ആർ റെസ്പോണ്ടിങ് ലൈക്ക് ദാറ്റ്, ബിക്കോസ് ദീസ് ആർ ദ പീപ്പിൾ ഹു ലോസ്റ്റ് എവറിത്തിങ് ദേ ഏൺഡ്. ഇത്രയും വർഷം അവർ പണിയെടുത്ത വീട് പോയി, നാട് പോയി, എല്ലാ സ്വത്തും പോയി. സോ ദീസ് പീപ്പിൾ വിൽ ബി ഹാവിങ് സം കൈൻഡ് ഓഫ് ഇമോഷണൽ ഓവർവെൽമിങ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ട്രിഗർ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ ദേ വിൽ ഓവർ റിയാക്ട് ഇറ്റ്. And as a person of emotional intelligence, you should be able to understand that this is not completely because of you did something wrong. It is completely kind of a bending out. അല്ലെ, ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഫോർ എക്സാമ്പിൾ ഇമോഷണൽ ഇന്റലിജൻസ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ചില സമയത്ത് നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. അമ്മ അടുക്കളയിൽ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അമ്മ അടുക്കളയിൽ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, അല്ല അച്ഛൻ അടുക്കളയിൽ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. വി ആർ ജെൻഡർ ഇക്വാലിറ്റി. ആരെങ്കിലും പണിയെടുക്കുന്നു, അപ്പൊ ഒരാൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒച്ചപ്പാടും ഇങ്ങനെ കുറെ പതിവിൽ കൂടുതൽ സൗണ്ട് കേൾക്കാൻ പറ്റും അടുക്കളയിൽ നിന്ന്. ഒന്ന് സ്വന്തം പെറുപിറുക്കുന്നുണ്ടാവും, എന്തെങ്കിലും പാത്രം അങ്ങോട്ടും കൊടുത്തതിന്റെ ഒച്ച ഭയങ്കര കൂടുതലായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് അങ്ങോട്ട് ചെന്ന് നോക്കിയേ, അപ്പൊ നിങ്ങൾക്ക് ചീത്ത കേൾക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ നിങ്ങൾക്ക് ചീത്ത കേൾക്കും. ഇവിടെ നിങ്ങൾ തിരിച്ച് ചീത്ത പറയുകയാണോ വേണ്ടത്, അതോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ദിസ് ഇസ് നോട്ട് അബൌട്ട് മീ, ഇത് എന്നെ പറ്റി അല്ല ഈ ചീത്ത പറയുന്നത്, എന്റെ കുഴപ്പം കൊണ്ടല്ല. ഷീ ഹാസ് സം പ്രോബ്ലം ഗോയിങ് ഓൺ ഇൻസൈഡ് ഹെർ, വി ഡു നോട്ട് നോ വാട്ട് ഇറ്റ് ഈസ്. സോ ആ പ്രോബ്ലത്തിന്റെ റിഫ്ലക്ഷൻ ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നമുക്ക് കേൾക്കുന്ന ഇപ്പോൾ ഉള്ള തെറി. സോ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, വാട്ട് യു വിൽ ഡു, യു വിൽ കീപ് സൈലന്റ് ആൻഡ് യു ലെറ്റ് ഇറ്റ് ഗോ. കുറച്ച് നേരം നിങ്ങൾ അത് കേട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അതിന് തന്നെ തീരും. അപ്പൊ അതൊക്കെ അതിൽ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇല്ലാതിരിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലെങ്കിലോ, നിങ്ങൾ പറയുമ്പോൾ തിരിച്ചെന്ത് ചെയ്യും, നിങ്ങൾ രണ്ടെണ്ണം തിരിച്ചും പറയും. ഇത് തന്നെയല്ലേ പുറമെ സംസാരിക്കുന്നപ്പോ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ടൗണിൽ ചായ കുടിക്കാൻ പോകുന്നു, ആ ചേട്ടൻ കുറെ നേരമായിട്ട് ദേഷ്യം പിടിച്ചിരിക്കുകയായിരിക്കും. ആ ചേട്ടനെ സംബന്ധിച്ചോളം ചിലപ്പോൾ നിങ്ങൾ 10,000ാമത്തെ ചായ ആയിരിക്കും പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഷുഗർ വേണോ, ഷുഗർ വേണ്ട, ലൈറ്റ് വേണോ, മീഡിയം വേണോ എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ. അപ്പൊ ചേട്ടൻ അറിയാതെ ദേഷ്യപ്പെട്ടു പോകും. പക്ഷേ വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓൺ വാട്ട് ഗ്രൗണ്ട് ഹി ഈസ് പെർഫോമിങ്. ആൻഡ് അതേപോലെ തന്നെ അയാൾ എന്ത് ചെയ്യുന്നു അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ആണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കും. സോ അതിന്റെ കുറവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇമോഷണൽ ഇന്റലിജൻസ് കുറയെന്ന് പറയുന്നത്. സോ വാട്ട് വി നീഡ് ആസ് എ പേഴ്സൺ, ആസ് എ സിവിൽ സർവന്റ്, ഇവിടെ എന്തൊക്കെ വേണം, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ഇമോഷൻ, വി നീഡ് ടു ഗൈഡ് ദിസ് ഇമോഷൻ ഫോർ ദി ഗുഡ്നെസ് ഓഫ് ഓൾ. വി ഓൾസോ നീഡ് ടു ബി വെരി എംപത്തറ്റിക് ടു അണ്ടർസ്റ്റാൻഡ് ദ അതർ പേഴ്സൺ ഇമോഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യും. അതും നമ്മുടെ എത്തിക്സിന്റെ സിലബസിന്റെ ഭാഗമാണ്. വി വിൽ ബി കവറിംഗ് ദാറ്റ്. അതേപോലെ തന്നെ അനദർ ആസ്പെക്ട്സ് ആണ് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലെ, സിവിൽ സർവീസ് വാല്യൂസ് ഇൻ എത്തിക്സ് ആൻഡ് ഗവർണൻസ്. ഒരു പബ്ലിക് സർവീസിൽ എന്തൊക്കെ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്? ഇപ്പൊ ഈ സിനിമ കണ്ട എത്ര പേരുണ്ടോ തംസപ്പ് വരുമോ? അസോസിയേറ്റ്സ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? തംസപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓക്കെ, കണ്ടവർക്ക് തംസപ്പ് വരാം. ആരും കണ്ടിട്ടില്ലേ? കണ്ടു, കുറെ പേര് കണ്ടു. കാണാത്തവര് കുഴപ്പമില്ല, പിന്നീട് സമയം കിട്ടുമ്പോൾ കാണാം കേട്ടോ. ബേസിക്കലി ഇയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പബ്ലിക് സർവീസിൽ? വാട്ട് ആർ ദ വാല്യൂസ് ഈസ് അഗേൻസ്റ്റ്? അല്ലെങ്കിൽ ഇയാൾ എന്തൊക്കെ വാല്യൂസ് എന്ത് ചെയ്യുന്നത്, എന്തൊക്കെ വാല്യൂസ് പബ്ലിക് സർവന്റ്, ഒരു സിവിൽ സർവന്റ് എന്ന രീതിയിൽ, ഈസ് ഓൾസോ എ സിവിൽ സർവന്റ് ആയിട്ട് ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് വിചാരിക്കുക. ആസ് എ പ്രൊഫഷൻ എന്തൊക്കെ വാല്യൂസിന് അഗേൻസ്റ്റ് ആണ് ഇയാൾ ചെയ്യുന്നത്? ഹി ഡു നോട്ട് ഹാവ് ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റി ഇല്ല. പിന്നെ എഗെയിൻസ്റ്റ് പബ്ലിക് സർവീസ് വാല്യൂസ് അല്ലേ? എഗെയിൻസ്റ്റ് പബ്ലിക് സർവീസ് വാല്യൂസ് ആണ്. പിന്നെ നോളജ് വിത്തൗട്ട് ഇന്റഗ്രിറ്റി, വെരി ഗുഡ്, നല്ല കാഞ്ഞ ബുദ്ധിയാണ്. പക്ഷെ എന്താണ്,
ഇന്റഗ്രിറ്റി ഇല്ല. പിന്നെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. വെരി ഗുഡ്. highly selfishness. വെരി സെൽഫിഷ് പേഴ്സൺ. പിന്നെ നെഗറ്റീവ് ലാക്ക് ഓഫ് ഓണസ്റ്റി. ഓക്കെ, ഓണസ്റ്റി ഇല്ല. ഓക്കെ, പിന്നെ പ്രൊഫഷണൽ എത്തിക്സ് ഇല്ല. പിന്നെന്താണ് ഇയാൾ ചെയ്യുന്നത്? എഗെയിൻസ്റ്റ് കോഡ് ഓഫ് കണ്ടക്ട്. ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിലുള്ള കോഡ് ഓഫ് കണ്ടക്ടിന് എഗെയിൻസ്റ്റ് ആണ് അയാൾ. സോ ദാറ്റ് ഈസ് എത്തിക്കൽ പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആണ്. പിന്നെ ഫോർജറി. വെരി ഗുഡ്. ഫോർജറി ക്രൂക്ഡ് ആണ്. ഓക്കെ ഓക്കെ. ഹാർമിങ് അതേഴ്സ്. വെരി ഗുഡ്. So against, harming others. So human life in against, he is killing many people, alle. So taking human life, nobody has the right to take life of someone. Okay, so taking human life, killing, harming others, forgery, crooked, negative attitude, lack of emotional intelligence. ഈ സിലബസിൽ നിന്ന് തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സാധനം കിട്ടും. ആറ്റിറ്റ്യൂഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഭയങ്കര ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, എന്തോ ഒരു പോയിന്റ് നോക്കിക്കേ. സെൽഫിഷ് ആണ്, പ്രൊഫഷണൽ എത്തിക്സ് ആണ്, കില്ല് ചെയ്യുന്നു, ലോ വയലേറ്റ് ചെയ്യുന്നുണ്ട്, എഗെയിൻസ്റ്റ് ലോ, ഓണസ്റ്റ് അല്ല, പ്രൂവ്ഡ് ആണ്, ഫ്രോജറി ചെയ്യുന്നു, ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റി, എഗെയിൻസ്റ്റ് പബ്ലിക് സർവീസ് വാല്യൂസ്, നോളജ് വിത്തൗട്ട് ഇന്റഗ്രിറ്റി, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, കോഡ് ഓഫ് കണ്ടക്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? So all these values are your syllabus in civil service values. So whatever you said is the syllabus in your civil service values. ഒരു സിവിൽ സർവീസിന് എന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ ഈ സാധനങ്ങൾ സെൽഫിഷ് ആവാൻ പാടില്ല, പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്യണം, കോഡ് ഓഫ് കണ്ടക്ട് കീപ്പ് ചെയ്യണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം, ഈ ഷുഡ് ഹാവ് ഇന്റഗ്രിറ്റി, ഈ ഷുഡ് ഹാവ് അക്കൗണ്ടബിലിറ്റി, പബ്ലിക് സർവീസ് വേണം, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി വേണം, ഇന്റഗ്രിറ്റി വേണം, അതേപോലെ എന്തായിരിക്കണം, ഫ്രോജറി ചെയ്യാൻ പാടില്ല, എത്തിക്കൽ ലോ വയലേറ്റ് ചെയ്യാൻ പാടില്ല, ഷുഡ് ബി അബൈഡ് ബൈ റൂൾ ഓഫ് ലോ. അപ്പം എന്തൊക്കെയാണോ ഇയാൾ ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇയാൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബേസിക്കലി നിങ്ങൾക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്കുകളും. സോ ആ ടോപ്പിക്കുകൾ ബേസിക്കലി എന്താണ്, ഇയാൾ അക്കൗണ്ടബിൾ അല്ല, ട്രാൻസ്പെറന്റ് അല്ല, അല്ലെ, ഫ്രോജറി ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ്, നെഗറ്റീവ് ഇമോഷൻസ് ആണ്, എൻവി, ജലസി, അല്ലെ. സോ ബേസിക്കലി ബേസിക്കലി രാമായണത്തിൽ നെഗറ്റീവ് ഇമോഷൻസ് പറയുന്നുണ്ട്. സോ 7 നെഗറ്റീവ് ഇമോഷൻസ് ആണ് നമുക്കുള്ളത്. ഈ 7 നെഗറ്റീവ് ഇമോഷൻസും എന്താണ് ബേസിക്കലി ഉള്ള ആളാണ് ഇയാൾ. ജലസാണ്, എൻവി ആണ്, അതേപോലെ തന്നെ ആളുകൾ എന്താണ്, ശത്രുത ഉണ്ടാക്കുന്ന ആളുകളാണ്. ബേസിക്കലി ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവവും ഇയാൾക്കുണ്ട്. ഈ സ്വഭാവങ്ങളൊന്നും എവിടെ പാടില്ല, സിവിൽ സർവീസിൽ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സിലബസിൽ പറയുന്നത് എന്താണ്, എന്തൊക്കെ ഇവര് ചെയ്യുന്നോ അതൊക്കെ നമ്മുടെ സിലബസിലും നമുക്ക് പഠിക്കേണ്ട. അപ്പൊ സിവിൽ സർവീസ് വാല്യൂസ് ഒരു ടോപ്പിക് ആണ് എത്തിക്സിൽ. അപ്പൊ അവിടെ നമ്മൾ എന്താ നോക്കേണ്ടത്, ഒരു സിവിൽ സർവന്റിന് എന്തൊക്കെ വാല്യൂസ് വേണം? ഹി ഷുഡ് ബി ഇന്റഗ്രിറ്റി ഉണ്ടാവണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം, അല്ലെ. സോ ഇങ്ങനെയുള്ള വാല്യൂസ് എന്ത് ചെയ്യണം, നമുക്ക് വേണം എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് സിലബസിൽ മേജർ ആയിട്ട് നമ്മൾ സിലബസിനെ സെക്ഷൻ എയിൽ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഈ സിലബസിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ദർ വിൽ ബി റിയൽ ടൈം സിറ്റുവേഷൻസ്. ആ റിയൽ ടൈം സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ കിഷ്കിന്ധ കാണ്ഡം എന്ന് പറയുന്നത് ബേസിക്കലി റിയൽ ടൈം സിറ്റുവേഷനകത്ത് ബേസിക്കലി ഒരുപാട് എത്തിക്കൽ വാല്യൂസ്, പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് കേസ് സ്റ്റഡീസിക്ക് മാത്രമായിട്ട് വീണ്ടും ഒരു സെഷൻ ഉണ്ട്. അപ്പൊ കാരണം കേസ് സ്റ്റഡി ഇറ്റ്സെൽഫ് ടേക്ക് അനദർ 1.5 hours. സോ കേസ് സ്റ്റഡിക്ക് മാത്രം ഡിഫറെന്റ് സെക്ഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് വേറെ രസകരമായിട്ടുള്ള കുറെ കേസ് സ്റ്റഡീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ കിഷ്കിന്ധ കാണ്ഡം പോലെയുള്ള സിനിമയിലൊക്കെ ബേസിക്കലി എന്താണ്, there are a lot of റിയൽ ടൈം സിറ്റുവേഷൻസ്. അപ്പൊ റിയൽ ടൈം സിറ്റുവേഷൻസിനകത്ത് എന്താണ് ഇതിനകത്ത് റൈറ്റ്ഫുൾ ആയിട്ടുള്ള ആക്ട്, എന്തൊക്കെയാണ് നെഗറ്റീവ്, എവിടെയൊക്കെ ആക്ഷൻസ് എടുക്കാൻ പറ്റും, ഇവിടുത്തെ പ്രോബ്ലംസ് എന്താണ്. ഇപ്പൊ മഞ്ഞുവൽ ബോയ്സ് വീണ്ടും ഒരു റിയൽ ടൈം സിറ്റുവേഷൻ ആണ്. തുടരും സിവിൽ സർവീസ് വാല്യൂസുമായി ബന്ധപ്പെടുന്ന പ്രോബ്ലംസ് ആണ്. 2018 ഒരു ക്രൈസിസ് പീരീഡ് ആണ്. ഇതൊക്കെ UPSC ചോദിക്കുന്ന എത്തിക്സുകൾ കേസ് സ്റ്റഡീസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ഹൗ ഡു യു മാനേജ് ദ ഡിസാസ്റ്റർ എന്നുള്ളതാണ്. ഇതൊരു പേഴ്സണൽ ബേസിക്കലി ഒരു ചലഞ്ച് വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ബേസിക്കലി സിവിൽ സർവീസ് വാല്യൂസ് വന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലബസിന്റെ ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കേസ് സ്റ്റഡീസ് വരുന്നത്. അതായത് കേസ് സ്റ്റഡീസ് വരുന്ന ഭാഗങ്ങൾ ഒന്ന് എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റലിജൻസ് കേസ് സ്റ്റഡീസ് വരാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്ത് കേസ് സ്റ്റഡീസ് വരാം, സിവിൽ സർവീസ് വാല്യൂ ബേസ് ചെയ്ത് കേസ് സ്റ്റഡീസ് വരാം. അപ്പം ഇത് അതേപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻ പൊതുവെ കേസ് സ്റ്റഡീസ് വളരെ കുറവാണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, കേസ് സ്റ്റഡീസ് വരാം. അപ്പം ഇങ്ങനെ രീതിയിൽ ഒരു 6 സെഗ്മെന്റ് ഉണ്ട്. ഈ 6 സെഗ്മെന്റിൽ നിന്നാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, കേസ് സ്റ്റഡീസ് വരുന്നത്. അപ്പൊ കേസ് സ്റ്റഡീസ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 9 days ഓഫ് അവർ പ്രോഗ്രാം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫോർ കേസ് സ്റ്റഡീസ് ആയിരിക്കും. സോ there we will be having a case study session, സെപ്പറേറ്റ് സെഷൻസ് ഉണ്ടാവും, ഒരു ഓറിയന്റേഷൻ ഉണ്ടാവും, അതിനുശേഷം you will be writing case studies. Okay, till then
വി വിൽ ബി കവറിംഗ് സെക്ഷൻ എ. എന്തിനാണ് സെക്ഷൻ എ ആദ്യം കവർ ചെയ്യുന്നത്? കാരണം കേസ് സ്റ്റഡി എഴുതണം എന്നുണ്ടെങ്കിൽ വെറുതെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ സൊല്യൂഷൻ മാത്രം കൊടുത്താൽ പോരാ. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് ദിവസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തിക്സ് കേസ് സ്റ്റഡി വെക്കുന്നത്. സോ വി വിൽ ഡിസ്കസ് ദാറ്റ്. ഇനി അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഞാൻ പറഞ്ഞു, GS1, GS2, GS3ക്ക് ആൻസർ എഴുതുന്ന പോലെ അല്ല നമ്മൾ എന്തിൽ ആൻസർ എഴുതുക, എത്തിക്സിൽ ആൻസർ എഴുതുക. അതിനകത്ത് എന്താണ് ആൻസർ റേറ്റിംഗിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ബേസിക്കലി ആൻസർ റേറ്റിൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ GS1 നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബി വെരി ക്രിസ്പ് ആയിരിക്കുക, പെട്ടെന്ന് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അഡ്രസ് ചെയ്യുക, ക്വസ്റ്റ്യനിലേക്ക് ബേസിക്കലി അറ്റരിക്കുക. അതിനകത്ത് നമ്മൾ പൊതുവെ ചെയ്യുന്നത് എന്ത് ചെയ്യും, വി മേക്ക് ബി ഗോയിങ് ഫോർ ഡെഫിനിഷൻ ഫോർമാറ്റ്, കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ഫോർമാറ്റ്, ഡാറ്റ ബേസ്ഡ് ഫോർമാറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. പക്ഷെ എത്തിക്സിലേക്ക് വരുന്ന സമയത്തേക്ക് എത്തിക്സിൽ ഒരു ഫോർമാറ്റ് ആണ് കേസ് കീവേഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇഫ് ദ കീവേഡ്, പക്ഷെ എല്ലാത്തിലും കീവേഡ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് സ്ട്രാറ്റജി. If it is asked, yes, you can go for it. If it is not asked and if it is an understandable word, standalone word ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യണമെന്നില്ല. അതൊരു ഔട്ട്ഡേറ്റഡ് ഐഡിയ ആണ്. മീൻസ് എല്ലാവരുടെ ആൻസർ ഒരേപോലെ ഉണ്ടാവും. അപ്പം അങ്ങനെയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം, വളരെ ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ബേസിക്കലി അവിടെ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഓരോ ക്വസ്റ്റ്യന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിനകത്ത് ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരാൻ പറ്റണം. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ പ്രീസെറ്റഡ് ആയിട്ട് പോയിട്ട് ഞാൻ എന്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനിഷൻ ആണ് എഴുതാൻ പോകുന്നത്, ഡാറ്റയാണ് എഴുതാൻ പോകുന്നത്, അങ്ങനെ കേസ് സ്റ്റഡി എഴുതാൻ പോകരുത്. അല്ലെങ്കിൽ അങ്ങനെ എത്തിക്സിന്റെ സെക്ഷൻ അതിന്റെ ആൻസർ എഴുതരുത്. അതിനകത്ത് ആൻസർ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ആ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിനു ശേഷം അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് എന്താണ്, ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ ആവാം. അപ്പൊ എന്താണ് സൂട്ടബിൾ ആവുന്നതെന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ വാല്യൂവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ഫോക്കസ് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യന്റെയും നേച്ചർ അനുസരിച്ച് നിങ്ങളെ കൊണ്ട് ഇൻട്രൊഡക്ഷൻ എഴുതാൻ നമ്മൾ പഠിപ്പിക്കും. അപ്പം എല്ലാ ആളുകളുടെ ഇൻട്രൊഡക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എല്ലാ ആളുകളുടെ ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കും, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നോക്കിക്കേ, ഇത് UPSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, സെക്ഷൻ എയിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റിന്റെ ലെങ്ത് നോക്കിക്കേ. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ വായിച്ചെത്തി ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് നമ്മളിന്ന് പോകും. അപ്പൊ തന്നെ നമുക്ക് ആകെ 7 മിനിറ്റ് ആണ് 10 മാർക്കിന് എഴുതാനുള്ളത്. പക്ഷെ നമ്മൾ ഓൾറെഡി കേസ് സ്റ്റഡി എഴുതി വരുന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 1 മണിക്കൂർ 45 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടാണ് നമ്മൾ കേസ് ഇതിലേക്ക് വരുന്നത്, സെക്ഷൻ എയിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 7 മിനിറ്റും നമുക്കില്ല. പൊതുവെ 5 മിനിറ്റ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സെക്ഷൻ എയിൽ ഒരു ആൻസർ എഴുതാനുള്ളത്. അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ 2 മിനിറ്റ് പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 3 to 4 minutes to write a answer. That is more than enough to write an answer also. Okay. പക്ഷെ എന്ത് ചെയ്യണം, ഇത് കണ്ടോ, ഇവരെന്താ ചെയ്തത്, ലെങ്ത് ഓഫ് ദ ക്വസ്റ്റ്യൻ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ്, സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഓക്കെ, കുറയ്ക്കണം. ഓക്കെ, എല്ലാവർക്കും സ്പീഡ് പ്രശ്നം ഉണ്ടാവും. ഓക്കെ, ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കവർ ചെയ്യാനുണ്ട്. അപ്പൊ ടൈം തീരുന്നതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആക്കുന്നത്. ഇനി കുറച്ച് സ്പീഡ് കുറയാണ് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇതിനകത്ത് ബേസിക്കലി എന്താണ്, ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ടോക്ക് അബൌട്ട് പീസ്, വൺ മസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്. ഓക്കെ, ഞാൻ ഭയങ്കര സ്ലോ ആയിപ്പോ അല്ലേ, കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാം. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ടോക്ക് അബൌട്ട് പീസ്, വൺ മസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ബിലീവ് ഇൻ ഇറ്റ്, വൺ മസ്റ്റ് ആക്ട് അപ്പോൺ ഇറ്റ്. കോട്ട് ആൻഡ് അൺകോട്ട്. In the present context, ഒരു കോട്ട് കൊടുത്തു, ഇത് പ്രശ്നമാണ്. The major weapon industries of the developed nations are adversely influencing continuation of number of wars for their own self-interest all around the world. What are the ethical consideration of the powerful nation in today's international arena to stop continuation of the ongoing conflict? എന്താണ് ഈ ചോദ്യത്തിന്റെ ഡിമാൻഡ് ഒന്ന് പറയാമോ? What is the demand of the question? എന്താണ് ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ? ഇപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യന്റെ ആക്ച്വലി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെ. ഇപ്പൊ ഞാൻ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ ഞാൻ മാറ്റിയിട്ട് ഈ ഒരു ഭാഗം മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ മീനിങ്ങിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ക്വസ്റ്റ്യൻ സെയിം ആണ്. നോക്കിക്കേ, വാട്ട് ആർ ദ എത്തിക്കൽ കൺസിഡറേഷൻ ഓഫ് ദി പവർഫുൾ നാഷൻ ഇൻ ടുഡേസ് ഇന്റർനാഷണൽ അരീന ടു സ്റ്റോപ്പ് കണ്ടിന്യൂഷൻ ഓഫ് ഓൺഗോയിങ് കോൺഫ്ലിക്ട്. അതായത് ബേസിക്കലി എന്താണ്, പവർഫുൾ കൺട്രീസ് എന്ത് ചെയ്യുന്നു, കോൺഫ്ലിക്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ അൺഎത്തിക്കൽ ബിഹേവിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ള എത്തിക്കൽ കോൺഫ്ലിക്ട് എന്താണെന്നാണ് ചോദ്യം. ഇതാണ് ചോദ്യം. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ഇത് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിന്റെ ഡിമാൻഡിന് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഈ ക്വസ്റ്റിലേക്ക് UPSC എത്താൻ വേണ്ടി UPSC എന്തൊക്കെ കാര്യം ചെയ്തു? ഫസ്റ്റ് UPSC ഒരു കോട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ കോട്ട് ഭയങ്കര അടിപൊളിയായിട്ട് വായിക്കാൻ പോകും.
അപ്പൊ കോട്ടൊക്കെ വായിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കോട്ടിനെ പറ്റി ഒന്നും പറയുന്നില്ല, കോട്ട് വെറുതെ കൊടുത്തു. എന്നിട്ട് പിന്നെ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വേറെയാ, ഇൻ ദി പ്രസന്റ് കോണ്ടെക്സ്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് കോട്ടും ഇനി പറയാൻ പോകുന്ന സാധനമായിട്ട് വീണ്ടും ബന്ധമില്ല. ഇനി പ്രസന്റ് കോണ്ടെക്സ്റ്റ്, ദ മേജർ പവർഫുൾ ഇൻഡസ്ട്രീസ് ഓഫ് ദ ഡെവലപ്ഡ് നാഷൻ ആർ അഡ്വൈസ്ലി ഇൻഫ്ലുവൻസിംഗ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ നമ്പർ ഓഫ് വാർഡ്സ് ഇൻ ദെയർ ഓൺ ഇൻ സെൽഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അത്രയും ഞാൻ വായിച്ചു. വീണ്ടും എന്താണ് ഒരു സിറ്റുവേഷനാണ് പറയുന്നത്, ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു. ഫസ്റ്റ് ഒരു കോട്ട് തന്നു, സെക്കൻഡ് ഒരു കോണ്ടെക്സ്റ്റ് തന്നു, മൂന്നാമതാണ് ചോദ്യം വരുന്നത്. ഇനി ഇതിനകത്ത് നിങ്ങൾ ആൻസർ എഴുതാൻ പോകുമ്പോൾ പലപ്പോഴും ആളുകൾ ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗ ദേ വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് അബൌട്ട് ദ കോട്ട്. ഓക്കെ, ദേ വിൽ ഗോ വിത്ത് ദ കോട്ട് ഫസ്റ്റ്. Many people, they will start writing about the quote. എന്താണ്, it is not enough to talk about the piece and one must believe in it, and it is not enough to believe in it, one must act upon it. Okay, very good. ഇന്റഗ്രിറ്റിനെ പറ്റിയാണ് കോട്ട് പറയുന്നത്. നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞാൽ പോരാ, വാക്കിംഗ് ആൻഡ് ടോക്കിംഗ് പോരാ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യണം. സ്പീഡ് കൂടുതലാണോ ഇപ്പോ? ഈ സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. സോ ഇവിടെ ഇന്റഗ്രിറ്റി പറ്റിയാണ് പറയുന്നത്. ഇന്റഗ്രിറ്റി എന്താണ് പറയുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം അല്ലെ, നമ്മൾ സമാധാനത്തെ പറ്റി പറഞ്ഞാൽ പോരാ, അതിനകത്ത് എന്ത് ചെയ്യണം, വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിനകത്ത് നമ്മൾ ആക്ഷൻ എടുക്കണം. അപ്പൊ ആക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്, വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് കോട്ട് പറയുന്നു. എന്നിട്ട് രണ്ടാമത്തെ ഭാഗം പറയുന്ന നോക്കിക്കേ, അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? മേജർ വെപ്പൺ ഇൻഡസ്ട്രീസ് ഓഫ് ദ ഡെവലപ്ഡ് നാഷൻ അഡ്വൈസ്ലി ഇൻഫ്ലുവൻസ് കണ്ടിന്യൂഷൻ ഓഫ് നമ്പർ ഓഫ് വാർ ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് ഓൾ അറൌണ്ട് ദ വേൾഡ്. രാജ്യങ്ങളെല്ലാം മേജർ ഡെവലപ്ഡ് കൺട്രീസ്. എന്നാ പിന്നെ ഇത് ആദ്യം പറഞ്ഞാൽ പറയുന്നു. UPSC ഉദ്ദേശം എന്താണ്? UPSC ട്രൈങ് ടു മാക്സിമം നിങ്ങളുടെ ടൈം എന്ത് ചെയ്യണം, എത്തിക്സ് പേപ്പറിൽ നിന്ന് എടുത്ത് കളയണം. കാരണം UPSCക്ക് ഇതിനകത്ത് പുതിയ ക്വസ്റ്റ്യൻ ഒന്നും ഇടാനില്ല. If you take last 10-8 years of question, you can see all the questions are repetitive. എല്ലാ ക്വസ്റ്റ്യനും UPSC സെക്ഷൻ ആയാലും റിപ്പീറ്റേഷൻ ഓഫ് PYQs ആണ്. പക്ഷെ എന്താണ് UPSC ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെങ്ത് ഓഫ് ദ ക്വസ്റ്റ്യൻ കഴിഞ്ഞ 4-5 വർഷമായിട്ട് UPSC ചെയ്യുന്നത്, ആഫ്റ്റർ 2020 UPSC is increasing the length of the question so that നിങ്ങൾ ടൈം പീരീഡ് എന്ത് ചെയ്യുക, എത്തിക്സും വലിയ എത്തിക്സ് കേസ് സ്റ്റഡീസ് വരും. അപ്പൊ ടൈം ഭയങ്കര ക്രഞ്ച് കൊണ്ടുവരിക. ടൈം ഭയങ്കര ക്രഞ്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച സാധനം എഴുതാനുള്ള സ്പേസ് കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഉള്ളിലുള്ള സാധനം വരും, നിങ്ങൾ എന്താണോ ട്രൂ ആയിട്ട് ബിലീവ് ചെയ്യുന്നത് അത് വരും. അതേപോലെ തന്നെ നിങ്ങൾ മിസ്പ്ലേസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പൊ ഇവിടെ ആൻസർ എഴുതുമ്പോൾ കുറെ പേര് എന്ത് ചെയ്യും, ഈ കോട്ടിനെ പറ്റി ഇലാബറേറ്റ് ചെയ്യും. കോട്ട് ഇലാബറേറ്റ് ചെയ്യുമ്പോൾ 1 പാരഗ്രാഫ് തീരും. രണ്ടാമത് ഈ കോൺടെക്സ്റ്റ് ഇലാബറേറ്റ് ചെയ്യും, രണ്ടാമത്തെ പാരഗ്രാഫ് അവിടെ തീരും. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ എഴുതാനുള്ള സ്പേസ് എന്തെങ്കിലും കുറഞ്ഞു വരും. അപ്പം ഇത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ടൈമിലി നമുക്ക് വളരെ ചെറിയ ടൈമും കൊണ്ട് വളരെ കൃത്യമായി ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് മനസ്സിലാക്കി, എന്നാൽ എത്തിക്സ് പെർസ്പെക്ടീവ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു GS2 ആൻസർ, ഇതിന് വേണമെങ്കിൽ എനിക്ക് GS2 ആൻസർ എഴുതാം, ഇത് GS2 ചോദിക്കാം. ഓക്കെ, GS2 ചോദിച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് എനിക്ക് ആൻസർ എഴുതാൻ പറ്റും. പക്ഷെ GS2 ആൻസർ അല്ലാതെ GS4 ആൻസറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഓരോ ആൻസറിലേക്ക് നമ്മൾ നോക്കിയത് വേറെ ക്വസ്റ്റൻ ആണ്. എത്തിക്സ് encompasses several key dimensions that are crucial in guiding the individuals and organization towards morally responsible behavior. Explain the key dimensions of ethics that is influence human actions. Discuss how these dimensions shape ethical decision making in the perfect context or professional context. Okay, basically കോട്ട് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ കോട്ട് ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാലും ക്വസ്റ്റ്യന്റെ മീനിങ് ഒന്നാണ്, ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് ഒന്നാണ്. ഈ കോട്ട് ഉള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ഒന്നും മാറുന്നില്ല. നമുക്ക് ആകെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കോണ്ടെക്സ്റ്റിലൂടെ ഇതിനകത്ത് ആൻസർ എഴുതാം എന്നൊരു വാല്യൂഡേഷൻ വരുന്നു എന്നല്ലാതെ വലിയ രീതിയിൽ നമ്മൾ എഴുതുന്ന പോയിന്റ്, ഇത് ഉണ്ടായെങ്കിൽ നിങ്ങൾ എഴുതുന്ന പോയിന്റും ഇതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എഴുതുന്ന പോയിന്റും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. സെയിം പോയിന്റ് നിങ്ങൾ എഴുതാൻ പോകുന്നുള്ളൂ. പക്ഷെ വൈ UPSC is giving you such context so that you will spend more time reading and you will get less time writing. Okay. പിന്നെ അനദർ ഇമ്പോർട്ടന്റ് ചലഞ്ച് പറഞ്ഞാൽ എത്തിക്സിന്റെ പേപ്പർ നമ്മൾ എന്നാ എഴുതുക, GSന്റെ ലാസ്റ്റ് ദിവസം. ഓൾറെഡി നമ്മൾ അതിന്റെ മുന്നേ എത്ര മണിക്കൂർ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, നമ്മൾ 9 മണിക്കൂറോളം പരീക്ഷ എഴുതിയിട്ട് നമ്മൾ ലാസ്റ്റ് സമയത്താണ് എത്തിക്സ് എഴുതുന്നത്. കൈയുടെ ഉപ്പാടൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ ഒരു ക്രഞ്ചിങ് ഫേസിലാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എത്തിക്സ് മാനേജ് ചെയ്യേണ്ടത്. ഭയങ്കര ഏറ്റവും ലോവസ്റ്റ് എനർജിയിലായിരിക്കും നിങ്ങൾ എത്തിക്സിന്റെ ആൻസർ എഴുതുക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കാണാതെ പഠിച്ച് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല എത്തിക്സ്. പകരം നിങ്ങൾ എത്രത്തോളം നമ്പർ ഓഫ് ആൻസേഴ്സ് കൂടുതലായിട്ട് എഴുതുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആൻസേഴ്സ് ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് എത്തിക്സ്. ഇപ്പൊ ഇതിനകത്ത് നോക്കിയ പല ടോപ്പേഴ്സിന്റെയും ആൻസറിന്റെ ഒരു കോപ്പീസ് ആണ്. ഇപ്പൊ എക്സ്പ്ലെയിൻ വൈ ആൾട്രൂയിസം കോൺസ്റ്റിറ്റ്യൂട്ട് വൺ ഓഫ് ദ കോർ വാല്യൂസ് ഓഫ് ദ പബ്ലിക് ലൈഫ്. ഇപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ്, ആൾട്രൂയിസം വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. സോ ഇവിടെ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് എന്താണ് ആൾട്രൂയിസം, കാരണം ആൾട്രൂയിസം വളരെ കോമൺ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേം അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾട്രൂയിസ്റ്റിക് ബിഹേവിയർ എന്താണ് ആൾട്രൂയിസം
എന്ന് പറയുന്നതിനെ പറ്റിയാണ് ചോദ്യം. മൊത്തം ആൾട്രൂയിസം ആണ് കോർ ഓഫ് ദ ക്വസ്റ്റ്യൻ. സിൻസ് ദ ആൾട്രൂയിസം ഈസ് ദ കോർ ഓഫ് ദ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ആൻഡ് ഡിഫൈൻ ദി ടേം എന്നുള്ളതാണ്. ഇപ്പൊ സർട്ടൈൻ ആക്ഷൻ ക്യാൻ ബി റൈറ്റ് ഈവൻ ദോ ദേ ഡു നോട്ട് മാക്സിമൈസ് ഗുഡ് കോൺസിക്വൻസ് ഫോർ ദ റൈറ്റ്നെസ് ഓഫ് ദ സച്ച് ആക്ഷൻസ് കൺസിസ്റ്റന്റ് ഇൻ ദെയർ representing certain norms and discuss with example എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കുക, പെർസ്പെക്റ്റീവ്സ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഡെഫിനിഷൻ അല്ല കൊണ്ടുവന്നത്, ഇവിടെ പെർസ്പെക്റ്റീവ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടുത്തെ ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്തു? പെർസ്പെക്റ്റീവ് ബേസ്ഡ് ഇൻട്രൊഡക്ഷനിലേക്ക് സ്വിച്ച് ചെയ്തു. കാരണം എന്താണ്? ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തിനെ പറ്റിയാണ്? എത്തിക്കൽ പെർസ്പെക്റ്റീവിനെ പറ്റിയാണ് ഇതിന്റെ കോർ കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഏത് എത്തിക്കൽ കോൺസെപ്റ്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, സർട്ടൻ ആക്ഷൻ ക്യാൻ ബി റൈറ്റ് ഈവൻ ദോ they do not maximize the good consequence. അപ്പൊ ഇത് ഏതിനാണ് ബേസിക്കലി എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഫോർ ദ റൈറ്റ്നെസ് ഓഫ് സച്ച് ആക്ഷൻ കൺസിസ്റ്റ് ഓഫ് ദെയർ റെപ്രസെന്റേറ്റിംഗ് സർട്ടൻ നോംസ് ആൻഡ് വാല്യൂ. അപ്പൊ ഡ്യൂട്ടി ബേസ്ഡ്, അപ്പൊ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിളിൽ നിന്ന് ആൻസർ പോവാണ്, ബേസിക്കലി മീൻസിലേക്ക് എന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു? പെർസ്പെക്റ്റീവിന്റെ തമ്മിലുള്ള ഡിബേറ്റ് ആയതുകൊണ്ടാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ അങ്ങനെ വന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ വീണ്ടും കോമ്പാഷൻ ആൻഡ് ടോളറൻസ് ആർ നെസസിറ്റി. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ബേസിക്കലി രണ്ടിനെ പറ്റി പറയും. കോമ്പാഷൻ ഈസ് എ ഫീലിംഗ് ഓഫ് തമ്മിലുള്ള, അതുപോലെ തന്നെ ബേസിക്കലി ഇതെന്താണ്? ടോളറൻസിന്റെയും ഡിഫറൻസസ് വെച്ചിട്ടായിരിക്കും ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഇവിടെ പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷനിൽ നമുക്ക് അങ്ങനെ പലതും. ഇനി ബോഡി ഓഫ് ആൻസറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, ബോഡി ഓഫ് ആൻസറിനകത്തുള്ള ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പലപ്പോഴും ആസ്പിറൻസ് എഴുതുമ്പം ഇവിടെ GS 1, 2, 2, 3ന്റെ ഒരു ഹാങ് ഓവർ കാണാറുണ്ട്. അതായത് there will be an hangover of GS 1 and GS 2, GS 3 in ethics paper. അതായത് GS 1, 2, 3 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് വിത്ത് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുക, ഓർ ഫാക്ച്വൽ ഡാറ്റ. സോ ഇവിടെ നമ്മൾ എന്ത് നോക്കും? കണ്ടന്റ് ഡെൻസിറ്റിക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. കൂടുതൽ കണ്ടന്റ് എഴുതുക എന്നുള്ളതിനകത്ത് നമ്മൾ ഒരു ചെറിയ ഇമ്പോർട്ടൻസ് GS 1, 2, 3 നമ്മൾ കൊടുക്കും. പക്ഷെ ഇതേ ഹാങ് ഓവറുമായിട്ട് ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്വസ്റ്റ്യൻ അഡ്രസ് നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, കൂടുതൽ പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൺവാണ്ടഡ് ആയിട്ട് പോയിന്റ് ജനറേറ്റ് ചെയ്യും. പലപ്പോഴും ഈ പോയിന്റ് എന്തായി മാറും? GS 2ന്റെ പോയിന്റിലേക്ക് പതുക്കെ നീങ്ങും. കാരണം നമ്മൾ പോയിന്റ് ഇല്ലാതെ വരും. അപ്പം പറഞ്ഞ കാര്യം തന്നെ, ഒന്നാമത്തെ പോയിന്റ് തന്നെ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് വരും. രണ്ട് ലാംഗ്വേജ് ആണെന്നേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റും അഞ്ചാമത്തെ പോയിന്റ് സിമിലർ ആയിരിക്കും. പലപ്പോഴും ആൻസർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 1, 2, 3 ചിലപ്പോൾ ഓപ്ഷൻ ഒരേ പോയിന്റിനെ തിരിച്ചു മറിച്ചു എഴുതുന്നതായിരിക്കും. കാരണം പോയിന്റ് എഴുതാനില്ല. അപ്പൊ ഇവിടെ എങ്ങനെ രീതിയിൽ ആൻസർ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ എത്തിക്സിനകത്ത് ആൻസർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആൻസർ ഫോർമാറ്റ് കംപ്ലീറ്റ്ലി പോയിന്റ് ഫോർമാറ്റിലേക്ക് വരണം എന്നില്ല. ഇവിടെ എന്തുകൂടി നിങ്ങൾക്ക് എഴുതാം? പാരഗ്രാഫിന്റെ ഫോർമാറ്റ് കൂടി എഴുതാം. അതായത് ചെറിയ പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? പോയിന്റ്സ് എഴുതാൻ പറ്റും. എല്ലാം വലിയ ചെറിയ ഷോർട്ട് പോയിന്റ് ആവണമെന്നില്ല. പാരഗ്രാഫിന്റെയും പോയിന്റ് ഫോർമാറ്റിന്റെ ഒരു മിക്സ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസേഴ്സ് എഴുതുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വരിക. ഓക്കെ, സോ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഷോയ്സ് ബേസിക്കലി ബോഡിയിൽ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെ റെലവൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡെയിലി ലൈഫ്, അത് ഓരോ സിലബസിന്റെ പാർട്ടിനനുസരിച്ച് മാറും. അപ്പൊ നമുക്ക് ഓരോ ദിവസവും അതിന്റെ ഡിസ്കഷൻ വരുന്ന സമയത്ത് അതിനനുസരിച്ച് നമുക്ക് പറയാം. അതേപോലെ എക്സാമ്പിൾസ് നമുക്ക് ആഡ് ചെയ്യാം. ഗവർണൻസ് റിലേറ്റഡ് എക്സാമ്പിൾ, കറണ്ട് അഫേഴ്സ് ആയ എക്സാമ്പിൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ കറണ്ട് അഫേഴ്സ് എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾ എത്തിക്സിന് വേണ്ടി സെപ്പറേറ്റ് പഠിക്കണം എന്നില്ല. GS 1, 2, 3 നിങ്ങൾ എന്ത് പഠിക്കുന്നു അതിന്റെ എക്സാമ്പിൾസ് തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾക്ക് എത്തിക്സിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ ഡിലമാസിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. പല തലപ്പോൾ ഡിലമാസിന്റെ ചാർട്ട് നമ്മൾ തന്നെ കുറെ ഡിലമാസ് ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കുറെ സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഫ്ലോ ചാർട്ട് ആൻഡ് ഡയഗ്രാംസ് ഇഫ് ഇറ്റ് ഈസ് ബേസിക്കലി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അതിനെപ്പറ്റി കൊടുക്കുക. അല്ലാതെ എല്ലാത്തിലും പോയിട്ട് ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്ന് പറയുന്നത് സ്ട്രാറ്റജി അല്ല. ഓക്കെ, കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ കൺക്ലൂഷൻസ് വിൽ ബി ബേസിക്കലി വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. എത്തിക്കൽ പെർസ്പെക്റ്റീവ്സ് രീതിയിലേക്ക് കൺക്ലൂഷൻസ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ഫിലോസഫിക്കൽ ആംഗിളിൽ കൺക്ലൂഷൻ കൊണ്ടുവരിക. അപ്പൊ അത് കണ്ടന്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടും. ഇപ്പൊ ഇതൊക്കെ നോക്കിക്കേ, ഇതിനകത്ത് കൺക്ലൂഷൻസ് ആണ് ഇതൊക്കെ. The Buddha teaching of momentaneous and middle path gives a good and reliable എന്താണ് moral compass in the ethical dilemmas and എവിടെയിട്ട് കിട്ടും. Therefore എങ്ങനെയൊക്കെയാണ് ബേസിക്കലി ഏതൊക്കെ എത്തിക്കൽ പ്രിൻസിപ്പിൾ എടുത്തത്? പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ഹാം പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? കൺക്ലൂഷൻസ് കൊടുക്കുന്നു. ആൻഡ് hence feel from civil services required to steal frame of the moral infrastructure ആയിരിക്കണം. probity ensure എന്താണ് ബേസിക്കലി സിവിൽ സർവീസ് ചെയ്യേണ്ട വാല്യൂസ് എന്താണ്. അപ്പം എത്തിക്കൽ പെർസ്പെക്റ്റീവ്സ് കൊണ്ടുവരാൻ പറ്റും കൺക്ലൂഷനിൽ. അതായത് ആ പെർസ്പെക്റ്റീവ്സ് എന്താണെന്നുള്ള നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. കുറച്ചുകൂടി നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബേസിക്കലി എത്തിക്കൽ പെർസ്പെക്റ്റീവ്, അതുപോലെ തന്നെ ഫിലോസഫർ ആംഗിളിൽ നമുക്ക് എങ്ങനെ ഫിലോസഫിക്കലി നമുക്ക് ആൻസർ കൊണ്ടുവരാം. അതും അല്ല എന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ അപ്രോച്ചിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. അതായത് പ്രാക്ടിക്കൽ അപ്രോച്ചിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ആൾക്കും പല സ്കില്ലുകളായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ അല്ല ആൻസർ റൈറ്റിംഗിന്റെ സ്കിൽ ഉണ്ടാവുക. ചില ആളുകൾക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോൾഡ് ചെയ്ത് നിങ്ങൾ ആൻസേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്തിക്സ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യം നമുക്ക് മനസ്സിലാവേണ്ടത് സിലബസ് മനസ്സിലാവുക എന്നുള്ളതാണ്. സിലബസ് നിങ്ങൾക്ക് നല്ലോണം അറിയാം. ആൻഡ് ഇഫ് യു ഹാവ് സം കൈൻഡ് ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് എ ഹോൾഡ് ഓഫ് കീവേഡ്,
നിങ്ങൾക്ക് കീവേഡ്സും അറിയാം, കുറച്ച് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് പഠിച്ചില്ലെങ്കിലും എത്തിക്സിൽ 140+ മേടിക്കാം. ഞാൻ പറയുന്നത് ഒന്നും പഠിച്ചിട്ടില്ല, ബട്ട് യു ഹാവ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിലബസ് ആൻഡ് യു നോ കീവേഡ്സ് ആസ് വെൽ ആസ് യു ഹാവ് ലിറ്റിൽ എബിലിറ്റി ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാധനവും പഠിക്കാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് 140 അടിക്കാൻ പറ്റും. ഇനി അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി അത് എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ച് ജസ്റ്റ് മാറ്റണം, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം one thing is that there should be a deep understanding of syllabus is very important, and another aspect is that എന്താണ് conceptual clarity കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനകത്ത് എക്സാമ്പിൾസ് കൂടി നമ്മൾ കളക്ട് ചെയ്യണം. എക്സാമ്പിൾസ് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്ന് പേഴ്സണൽ ലൈഫിലുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരാം. കാരണം ചില ക്വസ്റ്റ്യൻസിന്റെ ഡിമാൻഡ് പേഴ്സണൽ ലൈഫ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സിലബസ് എത്തിക്സ് ഇൻ ഹ്യൂമൻ ഇന്റർഫേസ്, അതിനകത്ത് ചോദ്യത്തിൽ സിവിൽ സർവീസിന്റെ എക്സാമ്പിൾ എഴുതിയോണ്ട് കാര്യമില്ല. അതിനകത്ത് എക്സാമ്പിൾ എഴുതേണ്ട പേഴ്സണൽ ലൈഫിലുള്ള എക്സാമ്പിൾസ് എഴുതണം. കാരണം അവിടുത്തെ ക്വസ്റ്റ്യൻസ് എന്താണ്, പേഴ്സണൽ ലൈഫിന്റെ ബന്ധപ്പെട്ടാണ് അവിടുത്തെ സിലബസ് വരുന്നത്. അപ്പൊ പേഴ്സണൽ ലൈഫിന്റെ എക്സാമ്പിൾസ്, ഹിസ്റ്റോറിക്കൽ എവിഡൻസുകൾ നമ്മൾ വെച്ചിട്ട് ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. സിവിൽ സർവീസിന്റെ വാല്യൂ, സിവിൽ സർവീസുമായിട്ട് നമുക്ക് ന്യൂസ് പേപ്പറിൽ കാണുന്ന കാര്യങ്ങൾ എഴുതാം. കോർപ്പറേറ്റ് പ്രൈവറ്റൈസേഷൻ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ പ്രൊഫഷൻ ലൈഫിലുള്ള എക്സാമ്പിൾസ് എഴുതാം. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂസ് പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എക്സാമ്പിളിന് ഒരു ബുക്ക് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പതുക്കെ പതുക്കെ ഓരോ എക്സാമ്പിൾസ് കളക്ട് ചെയ്താൽ പറ്റും. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഏറ്റവും ഈസി ഐഡിയ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ടോപ്പേഴ്സിന്റെ പേപ്പർ എടുക്കുക. ടോപ്പേഴ്സിന്റെ പേപ്പർ എടുത്തിട്ട് ചില ടോപ്പേഴ്സിന്റെ ആൻസർ, ചില ആൻസറുകൾ മോശമായിരിക്കും. അതുകൊണ്ടാണ് അത് ഇവാലുവേറ്റ് ചെയ്യാത്ത പേപ്പർ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം അതെല്ലാം പെർഫെക്റ്റ് ആൻസർ ആണെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ പെർഫെക്റ്റ് ആൻസർ എന്തായിരിക്കും? എക്സാമിനേഷൻ ഹോളിൽ എഴുതിയ ആൻസർ ആയിരിക്കും. ഈ ടോപ്പേഴ്സ് കുറെ എക്സാമ്പിളുകളും കുറെ കോട്ടുകളും കുറെ സ്റ്റോറീസും പഠിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് അവർ കാണാതെ പഠിച്ചിട്ടുണ്ടാവും കുറെ സാധനങ്ങൾ. ഇനി നമ്മൾ അത് തപ്പിയെടുക്കുന്നതിനെക്കാട്ടും നല്ലത് എന്ത് ചെയ്യുക? ഇവരെ എഴുതിയ സ്റ്റോറീസും ടോപ്പേഴ്സിന്റെ എക്സാമ്പിൾസും നമ്മൾ അങ്ങ് അടിച്ചു മാറ്റുക. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക? അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഒരു നോട്ട്ബുക്ക് പോലെ നിങ്ങൾക്ക് അതും എടുക്കാൻ പറ്റും. സോ അവരുണ്ടാക്കിയുള്ള അവർ ആൻസറിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോറി, അവരെങ്ങനെയാണ് സ്റ്റോറി ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെയാണ് അനിക്ഡോട്ടസ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെയാണ് എക്സാം ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്, അതുപോലത്തെ എക്സാമ്പിളുകൾ നിങ്ങൾക്ക്, അതുപോലെ തന്നെ ഫിലോസഫീസ് ഒക്കെ നിങ്ങൾക്ക്, കോഡ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുടെ പേപ്പേഴ്സ് ഒന്നും അടിച്ചു മാറ്റാം. ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് സോഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ethics basically. Another aspect is practice answer writing. With respect to practice answer writing, if you are joining this program, we will be evaluating the answers, and if you are not joining, never ever give an ethics answers to AI based ഒരു ആൻസർ റൈറ്റിംഗ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു രീതിയിലും എത്തിക്സിൽ ഗുണം ചെയ്യാൻ പോകുന്നില്ല. ആക്ച്വലി GS1 GS2 ഒന്നും ഗുണം ചെയ്യാൻ പോകുന്നില്ല, ബട്ട് എസ്പെഷ്യലി എത്തിക്സിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ പോകുന്നില്ല. കാരണം ആൻസർ ഈസ് ആക്ച്വലി ഇവാലുവേറ്റഡ് ബൈ HI. ഏതാണ് HI? Human intelligence, not artificial intelligence. So when you are correcting the answers by using Super Kalam പോലെയുള്ള ആപ്പുകൾ വെച്ച് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ളതിന് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹ്യൂമൻ ഇന്റലിജൻസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. Artificial intelligence, whatever the data you feed it, based on the data feed, they will give you the solution. Human intelligence, based on the data feeded by each individual, is different. മനസ്സിലായോ? എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, എന്റെ വിസ്ഡം, എന്റെ ഡെപ്ത്, എന്റെ ബയാസ്നെസ് ഈസ് ഡിഫറെന്റ്, ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബയാസ്നെസ് ഈസ് ഡിഫറെന്റ്. So automatically human intelligence will be having more bias compared to artificial intelligence, and it is a debatable issue also. Okay, എങ്ങനെ നമ്മൾ ഡാറ്റ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. But the thing is that artificial intelligence ethics answerൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ they will be focusing more of a point based, പോയിന്റ്സിലേക്ക് ലുക്ക് ചെയ്യും. ഇവിടെ പോയിന്റ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. The way you put forward your argument, that is more important than number of points with respect to ethics. Okay, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മാത്രം പോയിട്ട് നിങ്ങൾ ചെയ്യാതെ, if you are not even joining, you go to a trusted mentor and evaluate your paper from that mentor. That will be the right strategy with respect to answer writing, with respect to not only GS4, with respect to any answer writing, GS1, GS2, GS3, GS4, because answer writing is not നിങ്ങൾ കാണാതെ പഠിച്ചെഴുതുന്ന ഒരു സാധനം അല്ല ആൻസർ റൈറ്റിംഗ്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻസർ റൈറ്റിംഗ് സംതിങ് നിങ്ങൾ ആദ്യം കണ്ടന്റ് ഉണ്ടാക്കുന്നു, അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനകത്ത് എല്ലാ കണ്ടന്റും വന്നു, ആ ബെസ്റ്റ് ആൻസർ. നോ, not just because of you are putting all the points, you never get point. There are another aspects you need to look into it. ഓരോ പേപ്പറിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിലേക്ക് നോക്കണം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കാതെ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അത് എടുക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ആൻഡ് ഈവൻ റീസെന്റ് ഓൾസോ സുപ്രീം കോടതി ഇറ്റ്സെൽഫ് സെഡ് ദാറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് എഴുതുന്ന സാധനങ്ങളൊക്കെ മണ്ടത്തരാണ് കുറെ സാധനങ്ങൾ എഴുതി വെക്കുന്നത്. കാരണം ഇല്ലാത്ത കേസുകൾ, ഇല്ലാത്ത ലോസ് എല്ലാം മച്ചാൻ തരും. മച്ചാനെ ഒന്നും നോ പറയാറില്ല. സോ വെരി ബെനവലന്റ് പേഴ്സൺ. ഓക്കെ, സോ ബേസിക്കലി എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് നിങ്ങൾ ആൻസർ വാല്യൂറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി വിൽ ബി ഡൂയിങ് ആൻസർ റൈറ്റിംഗ്. സോ വാട്ട് വി വിൽ ഡു with
വിത്ത് റെസ്പെക്ട് അവർ ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നത് നമ്മളൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഒന്നാമത് നമുക്ക് എവറി ഡേ ദർ വിൽ ബി ബൂസ്റ്റർ സെഷൻസ് പോലെ സെഷൻസ് ഉണ്ടാവും. ഈ ബൂസ്റ്റർ സെഷൻസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ സിലബസ് ബ്രീഫിംഗ്, ദിസ് ഈസ് എ വാല്യൂ അഡിഷൻ സെഷൻസ് പോലെയായിരിക്കും. ഈ വാല്യൂ അഡിഷൻ സെഷനിൽ വാട്ട് വി വിൽ ബി ഫോക്കസിങ് ദ കോർ കോൺസെപ്റ്റ് ഓഫ് ഈച്ച് ഡേ. ഓരോ സിലബസിനെ പല ഭാഗങ്ങളാക്കി മാറ്റി കോർ കോൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ കോർ കോൺസെപ്റ്റിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എത്തിക്സിന്റെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ ഈച്ച് സെഷൻ ദർ വിൽ ബി വൺ അസൈൻമെന്റ്. ഓക്കെ, ഓരോ ദിവസം നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഉണ്ടാവും. ഈ അസൈൻമെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1 അവറിനുള്ളിൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന അസൈൻമെന്റുകളായിരിക്കും ഈ അസൈൻമെന്റുകളെല്ലാം. ഈ അസൈൻമെന്റ് കൂടി ആ ദിവസം നിങ്ങൾ ചെയ്യണം. അസൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയോട് കൂടിയിട്ട് യു വിൽ ബി ഗെറ്റിംഗ് 1 ക്വസ്റ്റ്യൻ പെർ ഡേ. ഓക്കെ, 1 ക്വസ്റ്റ്യൻ, ജസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക്. ദാറ്റ് വിൽ ബി മോസ്റ്റ്ലി PYQ. ബട്ട് നെവർ എവർ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് അറിയുന്ന ആൻസർ എഴുതുക. നിങ്ങൾ ഇത് ഇന്റർനെറ്റിൽ പോയി അടിച്ചു നോക്കിയിട്ട് അതേ ആൻസർ കോപ്പി അടിക്കരുത്. കാരണം വാല്യൂറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ കോപ്പി അടിച്ച ആൻസർ ആണോ അല്ലയോ എന്നുള്ളത്. കാരണം അതിന്റെ പോയിന്റ് കാണുമ്പോൾ ഈ ഇന്റർനെറ്റിലുള്ള എല്ലാ ആൻസറും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷത്തിലൊക്കെ പ്രോഗ്രാം നടത്തിയപ്പോൾ ഞങ്ങൾ കണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണവുമില്ല, ഞങ്ങൾ അതുകൊണ്ട് പറ്റിക്കാൻ നിങ്ങൾ വിചാരിക്കണം. ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അത് കോപ്പി അടിച്ച് എഴുതിയാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കൊരു ഗുണവും നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും വരില്ല, ഞങ്ങൾക്കൊന്നും പറയാനും പറ്റില്ല. കാരണം നിങ്ങൾ നല്ല പോയിന്റ് എഴുതി നല്ലത് നിങ്ങൾ കോപ്പി അടിച്ച ആൻസർ ആണല്ലോ എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു മാന്യതയാണോ? അപ്പൊ ഞങ്ങൾക്ക് അത് പറയാനും പറ്റില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. അപ്പൊ ഡോണ്ട് എവർ ഡു ദാറ്റ്. വാട്ട് എവർ പോസിബിൾ ഫ്രം യുവർ സൈഡ് റൈറ്റ് ദാറ്റ്, ബിക്കോസ് ദർ ഈസ് ഓൾവേസ് എ സ്കോപ്പ്. നിങ്ങൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് ഉള്ള സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് ഉള്ള സ്കോപ്പ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നോക്കാതെ ആൻസർ എഴുതുക, പഠിച്ചു. കാരണം നമ്മൾ ഓൾറെഡി കണ്ടന്റ് പഠിച്ചു, ഓൾറെഡി നമ്മൾ അതിനകത്ത് ഒരു അസൈൻമെന്റ് ചെയ്തു. നൗ യു ജസ്റ്റ് ഹൗ ടു റൈറ്റ് ആൻ ആൻസർ. അപ്പൊ അത് അറിയുന്ന കണ്ടന്റ് വെച്ച് ആൻസർ എഴുതുക. ഒരിക്കലും ചെക്ക് ചെയ്യരുത്. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പഠിക്കാൻ വേണ്ടി ചെക്ക് ചെയ്തോ, ഇറ്റ്സ് ഓക്കെ. ബട്ട് എഴുതുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് എൻഷുർ ചെയ്യുക. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ആൻസർ അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടും. സോ ഇൻഡിവിജ്വലി ബേസിക്കലി വോയിസ് ഫീഡ്ബാക്ക് ആയിരിക്കും നിങ്ങൾക്ക് വരിക. സോ വോയിസ് ഫീഡ്ബാക്കിൽ മെന്റർ നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് പേപ്പറിൽ ഇവാലുവേഷൻ ഉണ്ടാവും, 2 ഫീഡ്ബാക്കുകളും ഉണ്ടാവും. ഇനി അതൊരു 1 വീക്ക് കഴിയുമ്പം 7 ഡേയ്സ് കഴിയുമ്പോൾ ദർ വിൽ ബി വീക്ക്ലി ടെസ്റ്റ്. ഈ വീക്ക്ലി ടെസ്റ്റിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ക്വസ്റ്റിന്റെ ടെസ്റ്റ് ആണ് ഉണ്ടാവുക. ഈ 5 ക്വസ്റ്റ്യൻ ഒരു ടെസ്റ്റ് പോലെ ഒരു 3/4 മണിക്കൂർ ടെസ്റ്റ് ആയിരിക്കും. ബേസിക്കലി 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുക. അതും വീണ്ടും എന്ത് ചെയ്യും, ഓരോ വീക്കിലും അങ്ങനെ ഓരോ ടെസ്റ്റുകൾ ഉണ്ടാവും. സോ അതുവരെ പഠിച്ച ടോപ്പിക്കിന്റെ വീണ്ടും റിവിഷൻ, അതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഫീഡ്ബാക്കുകൾ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ഇവിടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരും. ദെൻ അഗെയിൻ വൺസ് ദ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് 22nd ഡേ തൊട്ട് എത്തിക്സ് കേസ് സ്റ്റഡീസ് ആണ് വരിക. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നു, മന്ത് അവസാനമാകുമ്പോൾ ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് കൂടി വരും. സോ ഫുൾ ലെങ്ത് ടെസ്റ്റ് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഫുൾ ലെങ്ത് ടെസ്റ്റിൽ ബേസിക്കലി വീണ്ടും ഒരു 250 മാർക്കിന്റെ 3 hour ടെസ്റ്റ് ആയിരിക്കും. അഗെയിൻ ദാറ്റ് ഓൾസോ യു വിൽ ബി ഗെറ്റിംഗ് ഇവാലുവേറ്റഡ് ആൻഡ് ഫീഡ്ബാക്ക് വിൽ ബി ഗിവൺ ടു ഈച്ച് സ്റ്റുഡൻസ്. ഓക്കെ, സോ അവിടെ എന്ത് ചെയ്യുന്നു, മെന്റേഴ്സ് നിങ്ങൾ പേപ്പറൊക്കെ നോക്കി കൃത്യമായിട്ട് ഇവാലുവേഷൻ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ മോഡൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും, മെറ്റീരിയൽ ഉണ്ടാവും, ഇതൊക്കെ ഇതിനകത്തുണ്ട്. അതായത് ബേസിക്കലി വി ആർ ചാർജിങ് ഫോർ ദിസ് ആക്ച്വലി 999 രൂപയാണ്. ഫോർ ദിസ് വിൽ ബി ഫൈൻ ഒരു 10,000 രൂപയുടെ സാധനം നമ്മൾ തരുന്നുണ്ടാവും. ഓക്കെ, സോ സിലബസ് ഉണ്ടാവും, ഡെയിലി ആൻസർ റൈറ്റിംഗ് ഉണ്ടാവും, കറക്ഷൻ ഉണ്ടാവും, ഓഡിയോ ഫീഡ്ബാക്ക് ഉണ്ടാവും, മോഡൽ ആൻസർ ഉണ്ടാവും, സ്ട്രാറ്റജി സെഷൻസ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് സ്ട്രാറ്റജി സെഷൻസ് ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, ഫുൾ ലെങ്ത് ടെസ്റ്റ് ഉണ്ടാവും. വാട്ട് എൽസ് യു നീഡ്, ഇറ്റ്സ് എവരിതിങ്. ഓക്കെ, സോ എല്ലാ സാധനങ്ങൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സരോജ, ഇറ്റ്സ് ഫ്രം ബിഗിനിങ്. ഓക്കെ, സോ ബേസിക്കലി എന്താണ്, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പ്രോഗ്രാമിൽ ഉണ്ടാവുക കേട്ടോ. സോ അതിനകത്ത് നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ടായിരിക്കും അഡ്രസ് ചെയ്യുക. ബേസിക്കലി നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിലും ആ ബിഗിനിങ് കണ്ടന്റ് വെച്ച് തന്നെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കണ്ടന്റുകളാണ് നമ്മൾ ചെയ്യുക. കുറച്ച് അസൈൻമെന്റ്സ് ഉണ്ടാവും, ആ അസൈൻമെന്റ്സ് കൂടി കഴിയുമ്പോൾ നിങ്ങൾ കണ്ടന്റ് കംപ്ലീറ്റ് ആവും. അപ്പം പിന്നെ അതിനകത്ത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിനകത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തീരില്ല. പിന്നീട് വരുന്ന എക്സാമ്പിൾസുകൾ നിങ്ങൾ കളക്ട് ചെയ്യണം. അതേപോലെ തന്നെ നല്ല നല്ല എക്സാമ്പിൾസ് വീണ്ടും കിട്ടുമ്പോൾ അത് കളക്ട് ചെയ്ത് ത്രൂ ഔട്ട് പ്രിപ്പറേഷനിൽ ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് വീണ്ടും നിർത്തരുത്. ഒരു മാസം കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും താഴ്ത്ത് വരും. ആൻസർ റൈറ്റിംഗിന്റെ ഒരു പ്രോബ്ലം അതാണ്, വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യും. അപ്പം വീണ്ടും എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് അത് എഴുതിക്കൊണ്ടേ ഇരിക്കുക, പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. അത് അല്ലെങ്കിൽ ആ റൈറ്റിംഗ് എബിലിറ്റി ഇടയ്ക്കിടയ്ക്ക് എത്തിക്സും എസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അത് ത്രൂ ഔട്ട് അറ്റ്ലീസ്റ്റ് ഒരു നിങ്ങൾ ഡിസംബർ ലാസ്റ്റ് വരെ യു ഷുഡ് പ്രാക്ടീസ്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. കോഴ്സ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ് കോഴ്സ് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഫീഡ്ബാക്ക് ഉണ്ട്. ഡെയിലി ഫീഡ്ബാക്ക് വരുമ്പോൾ ഓഫ്ലൈനിൽ നിങ്ങളെ ടൈം നിങ്ങളോട് എല്ലാവരോടും ഇങ്ങോട്ട് വരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി കോഴ്സ് ഓഫ്ലൈനിലായിരിക്കും. ആൻഡ് വീക്ക്ലി ടെസ്റ്റിനും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള മറ്റേ ഫുൾ ലെങ്ത് ടെസ്റ്റ് ഇല്ലേ, ഇതിന്റെ കീ ഇത് മെന്റർഷിപ്പിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വരാം.
നിങ്ങൾക്ക് താല്പര്യമുള്ള ഓൺലൈനായിട്ടുള്ളവർക്ക് ഓൺലൈനായിട്ട് തരാം, ഓഫ്ലൈനായിട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഓഫ്ലൈനായിട്ട് ഡയറക്റ്റ് മെന്ററിന്റെ അടുത്ത് വന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് മേടിക്കാനും പറ്റും. ഏത് വീക്ക്ലി ടെസ്റ്റിനും ഫുൾ ലെങ്ത് ടെസ്റ്റിനും. കാരണം അത് 5 ദിവസത്തിനെങ്കിലും ഉണ്ട് അറ്റ്ലീസ്റ്റ്. അപ്പോൾ നമ്മളൊരു മീറ്റിംഗ് വിളിക്കുന്നതിന് ഒരു ഗുണമുണ്ട്. നമ്മൾ നേരിട്ട് വന്നാൽ അല്ലെ ഒരു ആൻസറുമായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഭയങ്കര അത് ഷെഡ്യൂൾ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കും. സോ ഓഫ്ലൈൻ വേണ്ടവർക്ക് ഇതിനു വേണ്ടി വരാം, മെന്റർഷിപ്പിന് വേണ്ടി വരാം. ഓക്കെ, വേറെ ഓക്കെ. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി വി തോട്ട് ഓഫ് സ്റ്റാർട്ടിംഗ് ഫ്രം ടുമോറോ, ബട്ട് മെനി സ്റ്റുഡൻസ് ഈസ് ആക്ച്വലി ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് അബൌട്ട് ജോയിനിങ് ഇറ്റ്. സോ ദേ സെഡ് ദാറ്റ് ദേ നീഡ് 2 days time to think about it. So I think they have lot to think. So we'll start from Thursday. 11ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബെനിഫിറ്റ് യു ഗൈസ്. ലൈക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻസർ നിങ്ങൾ എടുത്തു വെക്കുക. അത് നിങ്ങൾ എന്തായാലും എടുത്തു വെക്കണം. ലാസ്റ്റ് ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തായാലും അതിനകത്തൊരു ബെനിഫിറ്റ്സ്, അതിനകത്തൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടാവും. അത് ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഇമ്പ്രൂവ്മെന്റ് അല്ല, വളരെ വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പ്രൊവൈഡഡ് ദാറ്റ് യു ആർ റൈറ്റിംഗ് ആൻസേഴ്സ് ഓൺ എവറി ഡേ. നോട്ട് ഇങ്ങനെ എങ്ങനെ എഴുതരുത്. ഇപ്പൊ നിങ്ങൾ 5 ദിവസം വന്നു, 5 ദിവസം ഗ്യാപ്പ് എടുത്തു, എന്നിട്ട് 5 ദിവസത്തെ ആൻസർ ഒന്നിച്ച് എഴുതിയിടും. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസത്തെ ഈ 5 ആൻസർ വരുന്നത് സെയിം ഇൻപുട്ട് വെച്ചിട്ടാണ്. അപ്പൊ ഓരോ ദിവസവും ഇൻപുട്ട് തരുമ്പോഴാണ് ആൻസർ ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, 5 ആൻസറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരേ രീതിയായിരിക്കും. കാരണം നിങ്ങൾ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ 5 ആൻസർ അങ്ങ് പോയി, വീണ്ടും പിന്നെ 25 ആൻസറേ ഉള്ളൂ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ ദിവസവും ആൻസർ എഴുതണം. അത് നിങ്ങൾ എന്തായാലും നോക്കണം. അവസാനം കൊണ്ടുപോയിട്ട് എല്ലാം ഒന്നിച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇമ്പ്രൂവ്മെന്റ് ആക്ച്വലി വരാനുള്ള പോസിബിലിറ്റി, കാരണം അതൊരു ടെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ടെസ്റ്റിലുള്ള മിസ്റ്റേക്ക് ചിലപ്പോൾ കോമൺ മിസ്റ്റേക്സ് ഉണ്ടാവും. ആ മിസ്റ്റേക്സ് എല്ലാ ആൻസറിലും കാണാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ആൻസർ അന്ന് തന്നെ എഴുതുക. അറ്റ് എ ടൈം ഒരു ആൻസർ തന്നെ എഴുതുക. ആൻഡ് അഗെയിൻ ഇതൊരു 30 days പ്രോഗ്രാമാണ്. അപ്പൊ 30 days തന്നെ പ്രോഗ്രാം തീരും. അപ്പൊ നിങ്ങൾ അത് മാറ്റി വെച്ചിട്ട് അടുത്ത മാസം ആൻസർ എഴുതി കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം ഇതിനകത്ത് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് മെന്റേഴ്സും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആളുകൾ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 മാസം കഴിയുമ്പോൾ അവരെ വേറെ പ്രോഗ്രാമിലേക്ക് വിടും. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ആ 1 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു 30 ദിവസത്തിൽ തന്നെ നിങ്ങൾ ആൻസർ എഴുതണം. അതുകൊണ്ട് മിസ്സാവാതിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് സം ഫ്യൂ ഡേയ്സ് ഓഫ് ബഫർ പീരീഡ് വി വിൽ പ്രൊവൈഡ് യു. ഇപ്പൊ അത് പറയാത്തത് ഇപ്പൊ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബഫർ പീരീഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ ദർ ഇസ് നോ ബഫർ പീരീഡ്. ഓക്കെ, അപ്പം ബേസിക്കലി നിങ്ങൾ അന്നത്തെ ദിവസം അന്നൊന്ന് എഴുതുക. അതാണ് പറയാനുള്ളത്. ഡെയിലി സിലബസിന്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് സിലബസ് തൊട്ടാണ് ഡെയിലി പോവുക. ഇതിൽ ടോട്ടൽ ഷെഡ്യൂൾ ആദ്യം തന്നെ തരാം. അതേപോലെ തന്നെ ഫസ്റ്റ് എന്താ ചെയ്യുക, ഫസ്റ്റ് എത്തിക്സ് ആൻഡ് ഹ്യൂമൻ, വാട്ട് ഈസ് എത്തിക്സ്, വാട്ട് ഈസ് വാല്യൂസ്, വാട്ട് ഈസ് എത്തിക്സ് ആൻഡ് ഹ്യൂമൻസ്. ആ സിലബസിന്റെ അതേ ഓർഡറിലായിരിക്കും കവർ ചെയ്ത് പോവാ. ഫസ്റ്റ് പാർട്ട് ഓഫ് സിലബസ് തൊട്ട് ആ സിലബസ് എൻ്റയർ സിലബസ് നമ്മൾ കവർ ചെയ്യും. സിലബസിൽ ഒരു കീവേഡ് പോലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാതെ പോവില്ല. എവറിത്തിങ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമില്ല. സാർ എത്തിക്സ് തൊട്ട് UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓർ യു നീഡ് ടു അതർ സബ്ജക്ട് നോളജ് ഓൾസോ. ഇല്ല, എത്തിക്സ് ആൻഡ് അതർ സബ്ജക്ട് നോളജിന്റെ ആവശ്യം വരുന്നില്ല. എത്തിക്സ് ഈസ് ഡിഫറെന്റ്. സോ എത്തിക്സിന്റെ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട്. യു ഡോണ്ട് നീഡ് ടു ഹാവ് GS1, GS2, GS3 knowledge to write ethics answers. And if you have some current affairs to bring upon ethics answers, that is well and good. If it is not, again you can prepare. There will be assignments. Assignmentsൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഭാഗം പ്രിപ്പയർ ചെയ്യാം. The assignments will be like designed in a way that you can finish those assignments in 1 hour. So if you are able to delegate or means dedicate almost 1.5 hours per day for ethics, it is well and good. Okay, any other doubts? അപ്പൊ എഴുതുകയല്ലേ, എന്താണ് നിങ്ങളുടെ പ്ലാൻ? പരിപാടി തുടങ്ങുമല്ലേ നമുക്ക്. ഒന്നാമത്തെ കാര്യം, മടിച്ചിരുന്നിട്ട് വലിയ കാര്യമില്ലല്ലോ. 2 ഉദ്ദേശം കൊണ്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന്, യു നീഡ് ടു ഗെറ്റ് എ റീസ്റ്റാർട്ട്. അതിന് വേണ്ടി ഒരു പ്രോഗ്രാം വേണം. ദാറ്റ് ഈസ് ദ ഓൺലി ഐഡിയ. ഇറ്റ് ഈസ് നോട്ട് വെരി പ്രോഫിറ്റബിൾ ടു സ്റ്റാർട്ട് എ പ്രോഗ്രാം ഫോർ 999 ഇത്രയും ഫീച്ചേഴ്സ് വെച്ചിട്ട്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ പ്രോഫിറ്റ്, ഇറ്റ് ഈസ് ടു റീസ്റ്റാർട്ട് ദ പ്രോഗ്രാം. ആൻഡ് നിങ്ങളുടെ പ്രിപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ വർഷം. രണ്ടാമത്, ഇഫ് യു ഗെറ്റ് ദാറ്റ് ഹാബിറ്റ്, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ പുഷ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യും. മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല, അങ്ങ് ചെയ്ത് തുടങ്ങുക. ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നീട് നിങ്ങൾ തന്നെ കുറെ ഒന്ന് മൂവ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ മൂവ് ആയിക്കോളൂ. അപ്പൊ ചെയ്യാതെ ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് പ്ലാൻ ചെയ്ത് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ.
നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വി ആർ വെരി ഗുഡ് അറ്റ് പ്ലാനിങ് ആൻഡ് വി ആർ നോട്ട് വെരി ബാഡ് അറ്റ് എക്സിക്യൂഷൻ. വി വിൽ പ്ലാൻ എവറി ഡേ, ലൈക്ക് നാളെ പഠിക്കണം, ഇന്നത് പഠിക്കണം. വി വിൽ ഓൾവേസ് സെറ്റ് ബാറ്റിൽ ഗ്രൗണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പഠിക്കാനുള്ള സ്ഥലം ആദ്യം സെറ്റ് ചെയ്യും. ടേബിൾ സെറ്റ് ചെയ്യുന്നു, ജനാല സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ബുക്ക് ഈ സൈഡിൽ വെക്കുന്നു. കാരണം ലക്ഷ്മികാന്ത് ഈ സൈഡിൽ വേണം, പെട്ടെന്ന് കിട്ടണം, അപ്പൊ സമയം ലാഭിക്കാം. ഈ സൈഡിൽ NCERT വെക്കണം. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ജനാല പാടില്ല, കാരണം പുറത്തു പോയി അറ്റൻഷൻ പോകും. അത് പേപ്പർ വെച്ച് ഒട്ടിച്ച് നമ്മൾ പുറത്തോട്ട് നോക്കാത്ത രീതിയിലാക്കുന്നു. എന്നിട്ട് നമ്മൾ എല്ലാം സാധനം സെറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ തന്നെ ഒരു ദിവസം തീരും. പിന്നെ നമ്മൾ ക്ഷീണിക്കും. പിന്നെ നമ്മൾ വിചാരിക്കും ഓക്കെ എന്നാൽ തന്നെ നാളെ തുടങ്ങാം. പിന്നെ നാളെ നമ്മൾ എന്തായാലും പഠിക്കില്ല. പിന്നെ 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യും നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട്. സോ എവറി ഡേ വി പ്രിപ്പയർ വിത്ത് ബാറ്റിൽ ഗ്രൗണ്ട്, ബട്ട് വി നെവർ ആക്ച്വലി ഫൈറ്റ് ദ വാർ. സോ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക്കലി നമ്മൾ ചെയ്തു തുടങ്ങാന്നുള്ളത്. ബാറ്റിൽ ഗ്രൗണ്ട് ഒക്കെ പിന്നെ സെറ്റ് ചെയ്താൽ മതി. പതുക്കെ സ്ഥലങ്ങളൊക്കെ പിന്നെ എസ്തെറ്റിക്കലാക്കലെ പിന്നെ ചെയ്യാം. എസ്തെറ്റിക് ആണ് മേജർ ഇവന്റ്. ഇനി എസ്തെറ്റിക് ഉള്ള ആളുകൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2 രീതിയിൽ എസ്തെറ്റിക്. ചില ആളുകൾ ഇപ്പം യൂട്യൂബിൽ നല്ല എസ്തെറ്റിക് ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ്, യൂട്യൂബിൽ വീഡിയോ ലൈവ് ഇടുക, എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന എടുക്കുക. അപ്പൊ നല്ല ഇപ്പം ചില ടെക്നിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് റീച്ച് ലൈക്ക് ഐസാക്കി ഐസ് മെൽറ്റ് ആയി തീരുന്ന വരെ പഠിക്കാം. വെരി ഗുഡ് ഐഡിയ. പട്ടിണിയൊക്കെ കിടന്ന് ചില ദിവസമൊക്കെ 3 മണിക്കൂറൊക്കെ 4 മണിക്കൂറൊക്കെ ഐസ് കിടന്ന് ഐസ് മെൽറ്റ് ആയില്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടന്ന് പട്ടിണി കിടന്ന് ഭ്രാന്ത് പിടിക്കില്ല. അപ്പൊ ഐസ് മെൽറ്റ് ആവുന്നവരെ പഠിക്കാം. അതൊരു ടെക്നിക്ക്. അതുപോലെ പുതിയ ടെക്നിക്ക് എന്താണ്, പിന്നെ ഫോറസ്റ്റ് ആപ്പുകളുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റ് ആയോ എന്നുള്ളത് നോക്കണം എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. ഓക്കെ. രണ്ടാമത് ലൈക്ക് പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നമ്മള് പ്രിപ്പറേഷൻ എന്ത് ചെയ്യും, ഒന്നിരിക്കും, ഒന്ന് സ്റ്റാർട്ട് ആവും. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 24 മണിക്കൂർ റീഡിംഗ് റൂമിലായിരിക്കും, പക്ഷെ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. We will be always distracted with some more other things. So if you are not focused, if you are not focused, you are automatically get attracted to other things. So that is very normal and very humane to നമ്മളെ സംബന്ധിച്ചിടത്തോളം very humane ആണ്. If you are not focused, you are automatically get attracted to other things. There will be new girl, new boys coming to reading room. You will get attracted, deviated, 1 year gone. Okay. Otherwise, there will be new material. You get deviated, you will go. There will be new, events. You get deviated, your 1 year is gone. So it's basically, if you are not focused, you will get attracted. So if these are the examination, you need to have a focus, maximum focus to the preparation. But focused ആയിട്ടുള്ള preparation വേണം എന്നുണ്ടെങ്കിൽ make sure that your dream is clear and clarity ഉള്ള ഡ്രീം ആയിരിക്കുക. അത് ബേസിക്കലി ആ ഡ്രീമിന് മാത്രം ഉണ്ടായില്ല, അതിനൊരു ഗോൾ വേണം. ആ ഗോൾ കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് റാങ്ക് യു വാണ്ടഡ്, യു നീഡ് ടു ഹാവ് എ സ്പെസിഫിസിറ്റി. ബ്രെയിൻ ഈസ് ലൈക്ക് ദാറ്റ് സ്പെസിഫിക് ആൻഡ് അൺസർട്ടനിറ്റി ഇല്ലാത്തതാണ് ബ്രെയിനിന് ഇഷ്ടം. സോ ഇഫ് യു ആർ സെയിങ് ദാറ്റ് ഐ വാണ്ട് സെക്കൻഡ് റാങ്ക്, വെരി സ്പെസിഫിക്, ഐ വാണ്ട് സെക്കൻഡ് റാങ്ക് ഇൻ 2027. സോ ഇറ്റ്സ് എ ക്ലിയർ റാങ്ക്. നൗ യു നോ വാട്ട് എക്സാക്ട്ലി യു വാണ്ട്. നൗ യു നോ ഹൗ മച്ച് യു ഹാവ് ടു വർക്ക്. റാദർ ദാൻ ഗെറ്റ് എനിക്ക് സിവിൽ സർവീസ് എക്സാം പാസ് ആവണം, വെരി വേഗ്. It's not having any clarity when to pass, which year to pass. No, civil service, okay, very common word to use it. Be very specific. What you exactly wanted, so that your brain can understand that what exactly you want. It will reduce lot of ambiguity from your brain. That give you more focus and to study. And always cut short ചെറിയ ഭാഗങ്ങളായിട്ട് വലിയ ടാസ്കുകൾ അല്ലാതെ ചെറിയ ടാസ്കുകളാക്കുക. എന്തൊക്കെ വലിയ സാധനങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് രാത്രി കിടന്നാൽ രാവിലെ അത് ചെയ്യാൻ പറ്റില്ല. രാത്രി കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷൻ അല്ലേ. രാത്രി കിടക്കുമ്പോൾ എന്താ നിങ്ങൾ ആലോചിക്കുന്നത്, രാവിലെ എണീറ്റ് അത് ചെയ്യണം, മറ്റേത് പഠിക്കണം, എനിക്ക് നാളെ തൊട്ട് രാവിലെ 6 മണിക്ക് എണീറ്റ് മറ്റേത് ചെയ്യണം, ഇതിന്റെ ഒരു 10 ആൻസർ രാവിലെ എണീറ്റിട്ട് അങ്ങ് എഴുതി കളയാം. ഇതാണ് രാത്രി ചിന്തിക്കുന്നത്. സോ രാത്രി നിങ്ങൾ ചിന്തിക്കാനുള്ള കാരണം നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടായിട്ടില്ല. ഇറ്റ് ഈസ് എ ഗിൽറ്റ് ഡ്രിവൺ ആക്ഷൻ. അതായത് അന്നത്തെ ദിവസം നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഗിൽറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് യു ആർ ട്രൈങ് ടു മാനിപ്പുലേറ്റ് യുവർ ബ്രെയിൻ തിങ്കിങ് അബൌട്ട് അച്ചീവിങ് ദീസ് തിങ്സ്. സോ ഓട്ടോമാറ്റിക്കലി 2 രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മോർ യു തിങ്ക് അബൌട്ട് സംതിങ്, അതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡോപ്പമിൻ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ ബ്രെയിൻ വിചാരിക്കും നിങ്ങൾ ഓൾറെഡി അത് അച്ചീവ് ചെയ്തു. സോ മനുഷ്യനുള്ള ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് സിവിൽ സർവീസ് ആയി കിട്ടുമ്പോൾ ഉള്ള അതേ ഹാപ്പിനെസ്, അല്ലെ എക്സാം പാസ്സാവുന്ന അതേ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടാതെയും നിങ്ങൾക്ക് അത് ചിന്തിച്ചെടുക്കാൻ പറ്റും. സോ ഇഫ് യു ആർ കംപ്ലീറ്റ്ലി ഇമാജിൻ ആ ഹാപ്പിനെസ്, അതേ ലെവൽ ഓഫ് ഡോപ്പമിൻ ബ്രെയിൻ റിലീസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ബ്രെയിൻ ഡു നോട്ട് നോ വാട്ട് ഈസ് ദ റിയാലിറ്റി ആൻഡ് വാട്ട് ഈസ് എക്സാക്ട്ലി ദ ഇമാജിനേഷൻ. സോ ബ്രെയിൻ വിൽ തിങ്ക് ദാറ്റ് ഓക്കെ ദിസ് പേഴ്സൺ അച്ചീവ്ഡ് സിവിൽ സർവീസ്. സോ രാത്രി ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് എ ഗിൽറ്റ് ഡ്രിവൺ മോട്ടിവേഷൻ. മോർണിംഗ് ആകുമ്പോൾ ബലൂണിൽ കാറ്റ് വിട്ട പോലെ രാവിലെ എണീക്കാൻ പോലും പറ്റില്ല. അലാറം അടിക്കുന്ന കാണുമ്പോൾ നമ്മൾ അത് ഓഫാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഭ്രാന്ത് പിടിക്കും, നമുക്ക് എണീറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. സോ ദിസ് ഈസ് ഷോസ്
It is not because of നിങ്ങൾക്ക് അത് മടിയായതുകൊണ്ടോ മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടോ അല്ല. മോട്ടിവേഷന്റെ പ്രശ്നമല്ല ഇവിടെ. It is a problem of discipline, and the brain think that this is a big thing to do it. The brain trying to avoid big task because brain already getting the dopamine of achieving the task in yesterday's dream. നിങ്ങൾ ആലോചിച്ചിരുന്ന സമയത്ത് brain is happy. Oh, this person is very good person. He is achieving everything. Very visionary person. അല്ലെ? ബ്രെയിൻ ഓൾറെഡി വെരി ഹൈ. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഹൈ ഉള്ളത് കൊണ്ട് നിങ്ങൾ നാളെ പോയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ടാസ്കുകൾ ചെറുതാക്കുക, ചെറിയ ടാസ്കുകളാക്കി മാറ്റുക. രാവിലെ എണീറ്റിട്ട് നാളെ എണീറ്റിട്ട് 100 ആൻസർ എഴുതണം എന്ന് വിചാരിക്കേണ്ട. ഒരു ആൻസർ എഴുതുന്നതിനെ പറ്റി ആദ്യം പ്ലാൻ ചെയ്യും. ഫസ്റ്റ് പ്ലാൻസ് ഷുഡ് ബി സ്മോൾ പ്ലാൻസ്, ആൻഡ് ഫസ്റ്റ് പ്ലാൻ ഷുഡ് ബി അതിനകത്ത് രാവിലത്തെ ഒരു 10 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഏറ്റവും വൃത്തികെട്ടായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു സാധനം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, ആൻഡ് അതാദ്യം ചെയ്യാം. ഹീറ്റ് ദ ഫ്രോഗ് ഇൻ ദ ബെൽ എന്ന് പറയും. അതായത് ഏറ്റവും നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടാവും എപ്പോഴും. നമ്മൾ അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കും, പക്ഷെ നമ്മൾ ചെയ്യില്ല. സോ സ്റ്റാർട്ട് വിത്ത് ആ പർട്ടിക്കുലർ ടാസ്ക്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഹാപ്പിനെസ് ഉണ്ടല്ലോ, ദാറ്റ് വിൽ ഡ്രൈവ് എൻറ്റയർ ഡേ. ബാക്കി പിന്നെ നമുക്ക് ഒന്നും ആലോചിക്കേണ്ട കാര്യം, നമ്മൾ തന്നെ പഠിച്ചോളും. കാരണം നമ്മൾ എപ്പോഴും ഡിലേ ചെയ്യുന്ന ടാസ്ക് അതായത് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ടാസ്ക്, ദാറ്റ് ഫ്രോഗ്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫസ്റ്റ്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഡേ നിങ്ങൾക്ക് ബ്രെയിൻ കുറച്ചുകൂടി ഡോപ്പമിൻ റിലീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ട്രൈ ടു ലേൺ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻസ്. പതുക്കെ ഫോണിനകത്ത് ലുക്ക് അറ്റ് നമ്പർ ഓഫ് ടൈംസ് യു pick up the phone, screen timing. Try to reduce that screen timing and distraction. These are the distractions. And if you are using smartwatch, disconnect with your mobile phone, because otherwise, each and every time you are getting notification, you will also distracted. So these are the unwanted distraction you are taking into the present world. It is very difficult to get attention. There is a problem of attention deficit. So it's very difficult to focus on this preparation, and this preparation needs sacrifice. See, this is a goal very few people will achieve in their life. അല്ലേ? കേരളത്തിൽ മൊത്തം 100-400 പേരെ മെയിൻസ് എഴുതുന്നുള്ളൂ. യു വാണ്ടഡ് ടു ബി വൺ ദാറ്റ് പേഴ്സൺ. കേരളത്തിൽ ഒരു 100 പേരെ ഇന്റർവ്യൂവിന് പോകുന്നുള്ളൂ. യു വാണ്ടഡ് ടു ബി ഇൻ ദാറ്റ് പേഴ്സൺ. കേരളത്തിൽ 50 പേഴ്സണെ എന്തെങ്കിലും റാങ്ക് കിട്ടുന്നുള്ളൂ. യു വാണ്ടഡ് ടു ബി ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. 50 പേര്. ആൻഡ് കേരളത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഓൺലി 1 or 2% ബിലോ 100. യു വാണ്ടഡ് ടു ബി ദാറ്റ് പേഴ്സൺ. സോ തിങ്ക് അബൌട്ട് ഹൗ difficult and rare thing is to you are dreaming of. So it is very difficult thing. ആ സാധനത്തിന് വേണ്ടി അപ്പം നിങ്ങൾ ഈ പറയുന്ന മീഡിയോക്കർ മതിയോ? മീഡിയോക്കർ കൊണ്ട് ഒരു ഗുണവുമില്ല. യു നീഡ് ടു ഡു ദ ബെസ്റ്റ്. മാക്സിമം ഇൻപുട്ട് നിങ്ങൾ അതിനകത്ത് കൊടുക്കണം, മാക്സിമം ഹാർഡ് വർക്ക് നിങ്ങൾ എടുക്കണം, മാക്സിമം എന്ത് ചെയ്യണം, നിങ്ങൾ സ്മാർട്ട് വർക്ക് അതിനകത്ത് എടുക്കണം. നിങ്ങൾ കുറച്ച് സാധനങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. എല്ലാം വേണം, മൊബൈൽ വേണം, അത് വേണം, എല്ലാം എൻജോയ് ചെയ്തിട്ട് കയറാന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് അൺലെസ് നിങ്ങളെ പ്രിപ്പറേഷൻ ബാക്ക്ഗ്രൗണ്ട് ഈസ് വെരി സോ ഗുഡ്. നിങ്ങൾ ഭയങ്കര അക്കാഡമിക്കലി ഭയങ്കര അടിപൊളിയാണ്, നിങ്ങളുടെ ക്ലാസ് പൊസിഷൻ ബെറ്റർ ആണ്, അതിനകത്ത് നിങ്ങൾക്ക് അതിനകത്തുള്ള ഫണ്ടിങ് ബാക്കിംഗ് ഉണ്ട്, നിങ്ങൾക്ക് അതിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട ഒക്കെ ഉണ്ടെങ്കിൽ പോസിബിൾ ആണ്. അതല്ലാത്ത ദിവസം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പം റെഡി ടു ഗീവ് സംതിങ് ഫോർ യുവർ ഡ്രീം എന്നാൽ മാത്രം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. കുറെ സാധനങ്ങൾ നമ്മൾ ഗീവ് അപ്പ് ചെയ്യാൻ നോക്കണം. എന്താണ് ഗീവ് അപ്പ് ചെയ്യേണ്ടത്? അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്ട്രാക്റ്റുള്ള സാധനങ്ങൾ അവോയ്ഡ് ഇറ്റ് ആൻഡ് ഫോക്കസ് ആൻഡ് പുട്ട് 1 year ഇൻ കൈൻഡ് ഓഫ് എന്താണ് നിങ്ങൾ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അതിനകത്ത് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ക്ലിയർ ആയി. ആൻഡ് ഗിവ് വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ദിസ് എക്സാമിനേഷൻ. നിങ്ങൾ പഠിക്കുന്നു പറഞ്ഞാൽ പലപ്പോഴും ചെയ്യുന്ന എന്താണ്, എക്സാമിന് വേണ്ടാത്ത സാധനങ്ങളാണ് പഠിക്കുന്നത്. അപ്പം വേണ്ട സാധനങ്ങൾ നോക്കിയിട്ട് എക്സാമിന് പഠിക്കുക, റൈറ്റ് സ്ട്രാറ്റജി പഠിക്കുക. വെറുതെ രാവിലെ എണീറ്റ് ബുക്ക് പഠിക്കുന്നത് നല്ലൊരു സ്ട്രാറ്റജി അല്ല. കാണുന്ന യോജന എടുത്ത് വായിക്കുന്നത് ഒരു സ്ട്രാറ്റജി അല്ല. അതുകൊണ്ട് രാവിലെ ബേസിക്കലി പഠിക്കാൻ കഷ്ടപ്പെട്ട് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 3 മണിക്ക് എണീറ്റ് പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് പഠിക്കാൻ ഇരുന്നിട്ട് യോജന എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പാസ്സാവില്ല. സോ വാട്ട് ഈസ് റൈറ്റ് ടു ഡു, വാട്ട് ഈസ് റിക്വയർഡ് ടു ഡു, ആൻഡ് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. Then you will clear this examination. Okay. So all the very best. We'll see you in the classes. Hope എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. And if you do not have any further doubt, we'll wind it up. Okay. Thank you so much. Thank you.